പാത്രം ജ്ഞാനവൈരാഗ്യഭൂഷണം ശ്രീമദ് വെങ്കടനാഥാര്യ വന്ദേ വേദാന്തദേശികായ നമ. കവിതാർക്കിക സിംഹായ കല്യാണ ഗുണശാലിനെ ശ്രീമദ് വെങ്കടനാഥാര്യ വന്ദേ വേദാന്ത ഗുരവേ നമ. വാൽമീകി രാമായണത്തിന്റെ വളരെ വിശേഷപ്പെട്ട 5ാമത് ദിനം. രാവിലെ മുതൽ കിഷ്കിന്ധാകാന്ഡം പാരായണത്തില് നിരവധി കഥകളെ പറഞ്ഞ് പൂർത്തിയായി. സുന്ദരകാന്ഡം നമ്മൾ പാരായണം ആരംഭിച്ചു. അങ്ങനെയുള്ള ആ വളരെ വിശേഷപ്പെട്ട ദിനം നമ്മളെ സംബന്ധിച്ച് ആ ഭഗവാന്റെ അനുഗ്രഹ ആശിസ്സുകള് അഞ്ജനാനന്ദനം വീരം ജാനകി ശോകനാശനം കപീശം അക്ഷഹന്താരം വന്ദേ ലങ്കാഭയങ്കരം. അങ്ങനെയുള്ള ആ ഹനുമാൻ സ്വാമി നമുക്ക് വേണ്ട അനുഗ്രഹങ്ങളൊക്കെ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നലെ നമ്മൾ കേട്ടത് വാൽമീകി രാമായണം വളരെ കുറച്ച് കാര്യങ്ങളെ നമുക്ക് പറയാനുള്ള സമയം ലഭിക്കൂ. പക്ഷെ നമ്മൾ പാരായണത്തിനാണ് പ്രാധാന്യം. ആദ്യമായിട്ട് നമ്മുടെ ക്ഷേത്രത്തിലെ യജ്ഞം നടക്കുമ്പോൾ പൂർണ്ണമായിട്ടും ആ പാരായണം ഭഗവാന് സമർപ്പിക്കുക എന്നുള്ളതാണ് പ്രഥമ ലക്ഷ്യം. പിന്നെ ഇടവേളകൾ നമുക്ക് കഴിയുന്ന പോലെ ആ കഥകളെ അനുസ്മരിക്കല്. ഇന്നലെ നമ്മൾ കേട്ടു അവിടെ ആ ഹനുമാനും അതോടൊപ്പം തന്നെ രാമനും ലക്ഷ്മണനും തമ്മിലുള്ള ആ ഒരു കൂടിച്ചേരലിലൂടെയാണ് ഇന്നലത്തെ ഭാഗം നമ്മൾ പാരായണം സമർപ്പിച്ചത്. അതിനു മുന്നേ തന്നെ നമ്മൾ രാമായണത്തിലൂടെ കേട്ടു സീതാപഹരണം ഒക്കെയാണ് കഥകൾ പറഞ്ഞത് ഇന്നലെ നമ്മൾ സമർപ്പിച്ചത്. സമ്പാദി എന്നറിയപ്പെടുന്ന ആ ഒരു വളരെ വിശേഷപ്പെട്ട ആ ദൃഗ്ധരരാജനായിരിക്കുന്ന അരുണന്റെ പുത്രനായിരിക്കുന്ന സമ്പാദിയുടെ അനുജൻ ജടായുവിൻ്റെ ആ ഗതിയൊക്കെ ഇന്നലെ നമ്മൾ അനുസ്മരിച്ചു. പിന്നീട് രാമചന്ദ്രനും ലക്ഷ്മണനോടും കൂടി തെക്ക് ദിക്കിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് നടക്കുമ്പോഴാണ് അവിടെ ആ കബന്ധന്റെ ചരിതവും കബന്ധഗതിയും ഒക്കെ അറിഞ്ഞത്. പിന്നീട് മുന്നോട്ട് വരുമ്പോൾ അവിടെ ശബരിയുടെ ആശ്രമത്തില് നമ്മൾ അത് സൂചിപ്പിച്ചു. പമ്പാ സരസ്, ആ പമ്പാ സരസില് ചേർന്നുകൊണ്ട് രാമലക്ഷ്മണന്മാര് ആ പമ്പാ സരസിലെ മനോഹാരിതയെ കണ്ടുകൊണ്ട് പരസ്പരം ശ്രീരാമചന്ദ്രൻ അവിടെ ദുഃഖത്തോടെ പറയുന്നു, സീതാദേവി ഉണ്ടായിരുന്നെങ്കിൽ എത്ര സന്തോഷിക്കുമായിരുന്നു, എത്ര മനോഹരമായിരിക്കുന്ന സ്ഥലം ഈ പമ്പാസരസിലെ താമര പൊയ്കയും താമര പൂക്കളും ജലവും അവിടുത്തെ കാറ്റും അന്തരീക്ഷവും ഒക്കെ എത്ര മനോഹരമാണ്. ഈ ഒരു അവസരത്തിലെ പത്നിയായിരിക്കുന്ന ആ സീതാദേവി ഉണ്ടായിരുന്നെങ്കിൽ എത്രമാത്രം സന്തോഷിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പലതരത്തില് ശോകത്തോടുകൂടി ലക്ഷ്മണനോട് ഇതൊക്കെ പറയുമ്പോഴാണ് അവിടെ ഋഷ്യമൂകാചലത്തിൽ ഇരിക്കുന്ന സുഗ്രീവൻ 2 തേജോമയന്മാരായിരിക്കുന്ന മുനികൾക്ക് തത്തുല്യമായിരിക്കുന്ന ജടാവൽക്കലും ഒക്കെ ധരിച്ച ഇവരെ കണ്ടുമുട്ടുന്നത്. മുകളിലാണ് ഋഷ്യമൂകാചലത്തിന്റെ കുന്നിന്റെ മുകളില് കുറെ ദൂരെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും. അങ്ങനെ സുഗ്രീവന് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടു. പക്ഷെ ഇവരുടെ കയ്യിൽ ആയുധങ്ങൾ കണ്ടപ്പോ ഒരു ഭയം തോന്നി. നേരെ തൻ്റെ കൂട്ടുകാര് അല്ലെങ്കിൽ തൻ്റെ കൂടെയുള്ള മന്ത്രിമാരോടുകൂടി ഇരിക്കുന്ന സുഗ്രീവൻ തൻ്റെ സ്ഥാനത്ത് എത്തിച്ചേർന്നു തിരിച്ച്. എന്നിട്ട് അവിടെ അവരോട് ഭയപ്പെടുത്തോടുകൂടി സംസാരിക്കുന്നു. ഈ ഋഷ്യമൂകാചലത്തിലെ നമ്മളെ വധിക്കാനായിട്ട് ബാലിയുടെ നിർദ്ദേശപ്രകാരം 2 മനുഷ്യര് എത്തിച്ചേർന്നിരിക്കുന്നു എന്നൊക്കെ പറയും. അപ്പൊ ആ സന്ദർഭത്തില് ഇദ്ദേഹത്തിന്റെ ആ ഭാഷണം കേൾക്കുമ്പോൾ ഹനുമാൻ പറയും, അല്ലയോ സുഗ്രീവ മഹാരാജാവേ, അങ്ങ് ബാലിയുടെ താടനത്തിൽ പേടിച്ചുകൊണ്ട് കാണുന്നതിനൊക്കെ ഇങ്ങനെ പേടിയോടുകൂടി നേരിട്ടാല് കാണുന്നതൊക്കെ പേടിയായിരിക്കും. ഇത് തന്നെയാണ് നമ്മളുടെ മനസ്സിലും ഉള്ളതെന്ന് വാൽമീകി സൂചിപ്പിക്കുക. ഗോവിന്ദരാജരുടെ ഭൂഷണത്തില് 18 തരത്തിലുള്ള അർത്ഥങ്ങൾ രാമായണത്തിലെ വാൽമീകി രാമായണത്തിലെ 18 തരത്തിലുള്ള അർത്ഥങ്ങൾ ഒരു വർഷക്കാലം സാക്ഷാൽ രാമാനുജര് തിരുമലയില്, തിരുപ്പതി ഇന്ന് ഇരിക്കുന്ന മല, ശരിക്കും ആ മല തന്നെയാണ് തിരുമല പ്രാധാന്യം. അവിടെയുള്ള ഭഗവാനേക്കാളും ആ മലയ്ക്ക് പ്രാധാന്യം. അവിടെ ഇരുന്ന് ഗുരുനാഥനായ തിരുമല നമ്പിമാരെ അടുത്തുനിന്ന് 1 വർഷത്തോളം കേട്ടുപഠിച്ചതാണ്. അതിന്റെ വ്യാഖ്യാനമാണ് ഗോവിന്ദരാജരെ ഭൂഷണത്തില് എഴുതിയിരിക്കുന്നത്. അങ്ങനെയുള്ള ആ ഗോവിന്ദരാജരെ അവിടെ സൂചിപ്പിക്കുന്നു. ഹനുമാൻ അവിടെ പറയുന്നു, അല്ലയോ സുഗ്രീവ മഹാരാജാവ്, ഇങ്ങനെ ഭയം വേണ്ട. ഇങ്ങനെ ഭയം ഉണ്ടാകാനും കാരണം നമുക്കൊക്കെ
മനുഷ്യ സഹജമായിട്ടും ഈ ഒരു ചെറിയ കുഴപ്പമുണ്ട്. ഇപ്പൊ നമ്മളുടെ ബന്ധുക്കള് അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടപ്പെട്ടവര് ഇന്ന സ്ഥലത്താണ് ജീവിക്കുന്നത്, ഇപ്പൊ യുദ്ധം നടക്കുന്ന ഭാഗത്താണ് എങ്കിൽ പെട്ടെന്ന് അവിടെയൊക്കെ വാർത്തകളിൽ കേൾക്കും ഇന്ന സ്ഥാനത്തൊരു ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഉടനെ തന്നെ നമുക്ക് വേണ്ടപ്പെട്ടവരെ വിളിച്ചു ചോദിക്കും. നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു പേടിയുണ്ടെന്ന്. അപ്പൊ ഇത്തരത്തില് എന്തിനേയും ഏതിനേയും ഇങ്ങനെ ഭയത്തോടു കൂടി അല്ല സുഗ്രീവ മഹാരാജാവെ പരിശ്രമിക്കേണ്ടത്. കാര്യം അറിഞ്ഞിട്ട് നമുക്ക് ഭയപ്പെടണോ സന്തോഷിക്കണോ എന്നൊക്കെ തീരുമാനിക്കാം. അതിന് മുന്നേ ഒരു പ്രെഡിക്ഷൻ, ഒരു മുൻ ധാരണ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഹനുമാൻ അവിടെ നിന്ന് നോക്കുമ്പോഴാണ് ആയതാശ്ച സുവൃത്താശ്ച ബാഹവാ പരിഭോഗമാ സർവഭൂഷണ ഭൂഷാർത്ഥ കിമർത്ഥം ന വിഭൂഷിതാന്ന. ഹനുമാൻ ഭഗവാനെ കണ്ട നിമിഷം വളരെ പ്രധാനപ്പെട്ടതാ. സാധാരണ ഈ ഒരു ശ്ലോകത്തെ കൂടുതലായിട്ട് നമ്മൾ വേണമെങ്കിൽ അത്രം സാധാരണ ഹനുമാൻ കണ്ടു എന്ന് പറഞ്ഞ് ഒഴിവാക്കാം അവിടെ. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ ഹനുമാൻ കണ്ടതിനെ ഹനുമാൻ പറയുമ്പോൾ വ്യാകരണ പണ്ഡിതനാണ് ഹനുമാൻ. ഹനുമാൻ ഒരിക്കലും അവിടെ തെറ്റില്ല എന്നാണ്. ആയതാശ്ച സുഹൃത്താശ്ച ബാഹവ പരിഘോമമ സർവഭൂഷണ ഭൂഷാർത്ഥ കിമർത്ഥം ന വിഭൂഷിത എന്നാണ് ഇങ്ങനെ വാൽമീകി രാമായണത്തിൽ പറഞ്ഞത്. ഈ ശ്ലോകത്തിന്റെ അർത്ഥത്തിൽ പറയുന്നത് ഹനുമാൻ കണ്ട നിമിഷം ഭഗവാന് ശംഖചക്ര ഗദാപത്മധാരിയായ 4 കൈകളോട് കൂടിയാണ് ഹനുമാന്റെ ആദ്യ നോട്ടത്തില് രാമചന്ദ്രനെ ദൃശ്യമായത്. ഇത് തന്നെയാണ് തമദ്ഭുതം ബാലകമംബുജക്ഷണം ചതുർഭുജം എന്ന് ശ്രീശുകൻ ഭാഗവതത്തിൽ പറഞ്ഞത്. അവിടെയും 4 കരങ്ങളോട് കൂടിയാണ് ഭഗവാൻ ആവിർഭവിച്ചത്. ഭഗവത് ഭക്തന്മാർക്കൊക്കെ ഭഗവാനെ കാണുമ്പോൾ ഈ 4 കരങ്ങളോട് കൂടിയുള്ള വിഷ്ണുവിനെയാണ് ദർശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സീരിയലും കഥാപാത്രങ്ങളും നമ്മൾ ചിത്രങ്ങളിലും ഒക്കെ കണ്ടപ്പോൾ രാമനും കൃഷ്ണനും ഒക്കെ 2 കൈയായിട്ട് തന്നെയാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. ധാരണയൊന്നും പെട്ടെന്നൊന്നും മാറ്റാൻ സാധ്യമല്ല. കാരണം അത് ആഴത്തിൽ നമ്മളുടെ ഉള്ളിൽ പതിഞ്ഞു പോയതാണ്. അവിടെ നമുക്ക് നല്ലതുപോലെ അറിയാം, മഹാഭാരത യുദ്ധസമയത്ത് ഭഗവത്ഗീതയില് വിശ്വരൂപ ദർശനം നടത്തിയ ശേഷം തൊട്ടടുത്ത ശ്ലോകത്തില് അർജുനൻ പറയുന്നു, ഭഗവാനെ ഈ വിശ്വരൂപത്തെ എനിക്ക് കാണാൻ ശക്തിയില്ല എൻ്റെ കണ്ണുകൾക്ക്. അങ്ങയുടെ പഴയ രൂപത്തിലേക്ക്, ഇതിനു മുന്നേ എന്നോടുകൂടി എങ്ങനെയായിരുന്നോ ആ രൂപത്തിലേക്ക് വരൂ. അതെങ്ങനെയെന്നും പറഞ്ഞു. 4 കൈകളോട് കൂടിയുള്ള ഭഗവാന്റെ രൂപം. അതുകൊണ്ടാണ് അവിടെ പൗണ്ഡ്രക വാസുദേവൻ കൃഷ്ണനെ പോലെ 4 കൈകളെ ധരിച്ചത്. അല്ലെങ്കിൽ പൗണ്ഡ്രകനെ എങ്ങനെ അറിയാൻ പറ്റും കൃഷ്ണന് 4 കൈയുണ്ടെന്ന്? അപ്പൊ ഇത്തരത്തിലാണ് ഭക്തന്മാർക്ക് ഭഗവാനെ കാണുമ്പോൾ അത്തരത്തിൽ കണ്ടു എന്ന് പറഞ്ഞത്. ഇത് ബഹുവചനത്തോടു കൂടിയ 3-ലധികം കൈകൾ എന്ന സൂചന വരുന്ന തരത്തിലാണ് ആ ശ്ലോകത്തെ വാൽമീകി മധുരാക്ഷരത്തിൽ രചിച്ചത്. അങ്ങനെ ഹനുമാൻ കണ്ടു. ഇനി താരയും ഭഗവാനെ വന്ന് കാണും. കോദണ്ഡരാമനായിട്ടിരിക്കുന്ന വില്ലേന്തിയ രാമനെ കാണുമ്പോഴും താരയും ആദ്യ നോട്ടത്തില് വാലിയുടെ പത്നി താര കാണുന്നത് ഇതേ ഭാവത്തിലാ. മണ്ഡോദരി ഭഗവാനെ കാണുമ്പോഴും ഇതേ രൂപം കണ്ടു എന്നാണ് വാൽമീകി പറഞ്ഞത്, ചതുർഭുജധാരിയായിട്ടുള്ള രാമചന്ദ്രനെ. ഇത് തരത്തിലാണ് ഭക്തന്മാര് കാണുന്നത്. അങ്ങനെ കാണുന്നു ഹനുമാൻ. അതിനുശേഷം നേരെ ഹനുമാൻ ഒരു യോഗിയുടെ, ഒരു ഭിക്ഷുവിന്റെ രൂപം സ്വീകരിച്ച് ഷഡബുദ്ധിയോടുകൂടി രാമനെ ചെന്നു കണ്ടു എന്നാണ്. പിന്നീട് ഹനുമാൻ പറയുന്ന വാചകങ്ങള് വാൽമീകി രാമായണത്തിൽ വളരെ പ്രധാനപ്പെട്ടതാ. ആ ഹനുമാൻ പറയുന്ന ഓരോ വാക്കും വളരെ ശ്രദ്ധയോടുകൂടി താൻ ഹനുമാൻ എന്നറിയപ്പെടുന്ന ആളാണ്, സുഗ്രീവന്റെ സജീവനാണ്, ഞങ്ങൾ ഋഷ്യമൂകാചലത്തിൽ ഇരിക്കുമ്പോഴാണ് അങ്ങയെ കണ്ടത്, ഇങ്ങനെയുള്ള വൃത്താന്തങ്ങളൊക്കെ ഹനുമാൻ ഒട്ടും തന്നെ നീട്ടിയോ ഒട്ടും തന്നെ കുറുകിയോ അല്ല, വളരെ മനോഹരമായിട്ട് ഹനുമാൻ പറഞ്ഞു കൊടുത്തു എന്നാണ്. സത്യപരാക്രമനും രാജർഷി ദേവതുല്യരുമായ താപസന്മാരെ പോലെ തോന്നിക്കുന്നതുമായ നിങ്ങൾ എന്താണ് ഇവിടേക്ക് വന്നത് എന്നുള്ള യാതൊരു തരത്തിലുള്ള ചോദ്യങ്ങളും ഹനുമാന്റെ ഭാഗത്തുനിന്ന് അങ്ങോട്ടും ഉണ്ടായില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഹനുമാന്റെ ഭാഷണം പൂർത്തിയായ ശേഷം ലക്ഷ്മണനോട് ചൂണ്ടി പറഞ്ഞു. അവിടെ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, 3 വേദം പഠിക്കാത്ത ഒരാൾക്ക് ഇങ്ങനെ പറയാൻ സാധ്യമല്ല. ഉദാത്തം, അനുദാത്തം, സ്വരിതം.
ഈ മൂന്ന് കാര്യങ്ങളെയും ഇത്ര മനോഹരമായിട്ട് സംസാരിക്കാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാനൊരു ആളെ കണ്ടില്ല എന്നാണ് ഹനുമാനെ ആദ്യം തന്നെ അഭിസംബോധന ചെയ്ത് ലക്ഷ്മണനോട് പറയുന്നത്. സ്വരിതം, കണ്ഠത്തിൽ നിന്നും വരുന്ന വാക്ശുദ്ധി, ഉദാത്തം, സംസാരിക്കുമ്പോ അംഗോപാംഗങ്ങളുടെ വിക്ഷേപണം, മുഖത്ത് നിന്ന് വരുന്ന എക്സ്പ്രഷൻസ്, അതോടൊപ്പം തന്നെ ശരീരഭാഷ, ഇതൊക്കെയാണ് വാക്ക് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വേണ്ടത് എന്ന് രാമൻ അവിടെ സൂചിപ്പിക്കുന്നു. അത് എന്തുകൊണ്ടാണ് ലക്ഷ്മണനോട് മറുപടി പറയാനായിട്ട് രാമൻ നിർദ്ദേശിക്കുന്നത്? രാമന് വേണമെങ്കിൽ നേരിട്ട് ഹനുമാനോട് സംസാരിക്കാൻ പാടില്ലേ? ഹനുമാൻ വന്നു, സംസാരമൊക്കെ കഴിഞ്ഞു, പിന്നീട് മിണ്ടാതെ ഇരുന്നു. അപ്പൊ അതിന് മറുപടിയായിട്ട് ലക്ഷ്മണനോട് ചോണ്ടി ഭഗവാൻ രാമചന്ദ്രൻ പറയുന്നു, ഇത്ര മനോഹരമായിട്ട് ഇത്ര ശാസ്ത്ര പാണ്ഡിത്യവുമുള്ള വ്യാകരണവും ശുദ്ധ ഭാഷയിലും സംസാരിക്കുന്ന ഹനുമാനെ കണ്ടില്ലയോ? അവന് മറുപടി അങ്ങ് തന്നെ പറഞ്ഞു കൊടുക്കൂ എന്ന് ലക്ഷ്മണനോട് പറയുന്നു. ലക്ഷ്മണൻ ഉപദേശം കൊടുക്കാറ് ആരാ? രാമനാണ്. എന്തുകൊണ്ട് രാമൻ നേരിട്ട് ലക്ഷ്മണനോ അല്ലെങ്കിൽ ഹനുമാനോട് സംസാരിച്ചില്ല? അതിന് നീതി ശാസ്ത്രം, സുഗ്രീവനാകുന്ന കിഷ്കിന്ധയുടെ ഒരു കാലത്ത് രാജാവായിരുന്ന അദ്ദേഹത്തിന്റെ മന്ത്രിയാണ്. അപ്പൊ മന്ത്രി വന്ന് ഇവിടെ രാമനോട് സംസാരിക്കുമ്പോ അതേ സ്ഥാനത്തിന് തുല്യമായിരിക്കുന്ന ആളാണ് ലക്ഷ്മണൻ. അങ്ങനെ ലക്ഷ്മണനോട് സംസാരിക്കാൻ പറഞ്ഞു എന്ന് ഒരു തരത്തിൽ വ്യാഖ്യാനിക്കാം. എന്നാൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഹനുമാന്റെ ഭാഷയ്ക്ക് മറുപടിയായിട്ട് പറയാൻ 1000 നാവുള്ള അനന്തനെ സാധിക്കും. അതുകൊണ്ടായിരിക്കാം ലക്ഷ്മണനോട് മറുപടി പറയാനായിട്ട് ഭഗവാൻ പറഞ്ഞത്. മാത്രമല്ല, പതഞ്ജലിയായിട്ട് നമ്മളുടെ ഈ സമൂഹത്തില് യോഗവും അതോടൊപ്പം തന്നെ വ്യാകരണവും ഒക്കെ സൂത്രങ്ങളും ഒക്കെ രചിച്ചത് സാക്ഷാൽ അനന്തശായി ആയിരിക്കുന്ന ആ ലക്ഷ്മണ പെരുമാള് അല്ലെങ്കിൽ ശേഷനായിരിക്കുന്ന ആ ഭഗവാൻ. അതുകൊണ്ട് തന്നെ ഈ ഹനുമാന് മറുപടി കൊടുക്കാൻ ഈ ലക്ഷ്മണനെ ഏൽപ്പിക്കുന്നു. ലക്ഷ്മണനാണ് പിന്നീട് കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ കേൾക്കുമ്പോൾ തന്നെ സന്തോഷം തോന്നി. തീരുമാനിക്കുന്നു, തൻ്റെ സജീവനായിരിക്കുന്ന തൻ്റെ രാജാവായിരിക്കുന്ന സുഗ്രീവനോട് കൂടി സഖ്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് രണ്ടുപേർക്കും മംഗളം ഉണ്ടാകും പറഞ്ഞുകൊണ്ട് ഹനുമാൻ അവരെ രണ്ടുപേരെയും തൻ്റെ തോളുകളിലിരുത്തി, ഇടത്തെ തോളിലും വലത്തെ തോളിലും ലക്ഷ്മണന്മാരെ ചുമന്നുകൊണ്ട് നേരെ ഋഷ്യാമുഖാചലത്തില് നേരെ ചെല്ലുന്നത് ആ സുഗ്രീവന്റെ സന്നിധിയിലാണ്. സുഗ്രീവന്റെ സന്നിധിയിൽ ചെന്നു എന്ന് മാത്രമല്ല, പക്ഷെ സുഗ്രീവനെ മുഖം കാണിക്കാൻ തന്റെ പഴയ വേഷം രൂപം ധരിച്ചു. അതൊക്കെയാണ് രാമചന്ദ്രൻ ശ്രദ്ധിച്ചത് ഹനുമാനില്. ഹനുമാനോട് നിർദ്ദേശിച്ചിരുന്നത് എങ്ങനെയാ? അങ്ങ് ഒരു ഭിക്ഷുവിന്റെ രൂപം സ്വീകരിച്ചുകൊണ്ട് അവരുടെ വന്ന ഉദ്ദേശത്തെ ലക്ഷ്യം ആക്കി ആ ലക്ഷ്യം അറിഞ്ഞ് നമ്മളുടെ മിത്രങ്ങളാണെങ്കിൽ കൂട്ടിക്കൊണ്ട് വരിക എന്നാണ് നിർദ്ദേശിച്ചത്. എന്നാൽ അവിടെ തന്റെ യഥാർത്ഥ രൂപത്തെ സ്വീകരിച്ച് രാമചന്ദ്രൻ ലക്ഷ്മണരാമന്മാരെ കല്ലും മുള്ളും നിറഞ്ഞ വഴികളിൽ നിന്നും രക്ഷ നേടാനായിട്ട് തന്റെ തോളുകളില് ഇരുത്തിക്കൊണ്ട് ഇവിടെ വന്നു ലക്ഷ്മണന്റെ സമീപം. പക്ഷേ വന്ന നിമിഷം അവരെ നിലത്ത് ഇറക്കി പറഞ്ഞു, ഇവിടെ എൻ്റെ രാജാവായിരിക്കുന്ന സുഗ്രീവൻ പറഞ്ഞതനുസരിച്ചുള്ള രൂപം വേണം എനിക്ക് അദ്ദേഹത്തെ മുഖം കാണിക്കുമ്പോൾ വേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഇറങ്ങിക്കൊള്ളൂ എന്ന് പറഞ്ഞ് തൻ്റെ എങ്ങനെയാണോ ദൂതിന് പോയ വേഷം ആ വേഷത്തെ സ്വീകരിച്ചുകൊണ്ട് നേരെ സുഗ്രീവന്റെ സന്നിധിയിൽ ചെന്ന് നമ്മുടെ മിത്രങ്ങളാണ് എന്ന് പറഞ്ഞ് സുഗ്രീവനെ കൂട്ടിക്കൊണ്ടുവരുന്നു. ഇതൊക്കെയാണ് രാമൻ ഹനുമാനിൽ കണ്ട ഗുണം. ഇതൊക്കെ എന്തിനാ പറയുന്നത്? നമ്മൾ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനുമാണ്. അപ്പോ തന്നെ പോലെ പറയുന്ന വാക്കിനെ അക്ഷരം പ്രതി അനുസരിക്കുന്ന മഹാത്മാവാണ് ഹനുമാൻ എന്ന് രാമൻ ഹനുമാന്റെ സംസാരത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും ഒക്കെ മനസ്സിലാക്കിയെന്നാണ്. പിന്നീട് ആ സുഗ്രീവനായിട്ട് അഗ്നി സാക്ഷിയായിട്ട് സഖ്യം ചെയ്യുന്നു. അങ്ങയുടെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും എന്റെയുമാണ്, അങ്ങയുടെ ഉള്ള ദുഃഖം എൻ്റെ ദുഃഖം തന്നെയാണ്, എൻ്റെ ദുഃഖം അങ്ങയുടേതാണ് എന്ന് പരസ്പരം അവര് അഗ്നിസാക്ഷിയായിട്ട് സഖ്യം ചെയ്യുന്നു. അതിനുശേഷമാണ് രാമൻ ചോദിക്കുന്നത്, അങ്ങയുടെ സഹോദരനായിരിക്കുന്ന വാൽമീകി രാമായണം നോക്കിയാൽ അറിയാം, ലിയാണ്. ഇതാണ് ഈ ഭാഷയുടെ ഒരു കാലാന്തരത്തിലുള്ള ഒരു വ്യത്യാസം. നമ്മളൊക്കെ സംസ്കൃതത്തിൽ നിന്നും പല ഭാഷകൾ അക്ഷരം വീണ്ടും സംസ്കൃതത്തിലേക്കും കാലാന്തരത്തിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെയാണ് യാദവാഭ്യുദയത്തില് വൃന്ദാവനത്തിന് അവിടെ ദേശികൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. നമ്മളൊക്കെ വൃന്ദാവനം വൃന്ദാവനം വാ വൃ എന്നുള്ള ശബ്ദം കൊണ്ടാണ് പറയുന്നത്. ശരിക്കും വ്രജഭാഷയിൽ അങ്ങനെ വാ എന്ന് പറയുന്ന അക്ഷരമല്ല, ബ എന്ന് പറയുന്ന അക്ഷരമാണ്. ബൃഹദ്വനം. അതോടൊപ്പം തന്നെ ഈ ബംഗാൾ ആ ഒരു വ്രജഭാഷ, അവധി ഭാഷ, ഈ ഭാഷ മനസ്സിലാക്കുമ്പോഴേ നമുക്ക് ബോധ്യപ്പെടൂ അവിടെ വാ എന്നുള്ള ശബ്ദമല്ല, വൃന്ദാവനം എന്നാണ്. അല്ലാതെ വൃന്ദ എന്നറിയപ്പെടുന്ന തുളസി നിറഞ്ഞ വനം എന്നൊക്കെ നമ്മൾ ആചാര്യന്മാര് പ്രഭാഷണം പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റാണെന്നല്ല, നമ്മളും പറയാറുണ്ട്. പക്ഷേ അത് നമ്മൾ കുറെ കൂടി ചിന്തിച്ചാൽ വൃന്ദ എന്ന് പറയുന്ന മുള്ളു നിറഞ്ഞ ഒരു കാട്ടിലേക്കാണ് കൃഷ്ണൻ മാറിയത് എന്ന് പറയും. അല്ലാതെ തുളസി നിറഞ്ഞൊരു വനമാണെങ്കിൽ അവിടെ പറയുന്നു പശുക്കൾ തുളസി കഴിക്കില്ല എന്ന് നമുക്കറിയാം. ഇനി തുളസി നിറഞ്ഞ ഒരു സ്ഥാനത്തിലൂടെ ഭഗവാൻ ഓടിച്ചാടി ചവിട്ടി നടക്കില്ല, തുളസി പൂജിക്കപ്പെടേണ്ടതാണ്. അപ്പൊ ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഈ ഭാഷയുടെ വ്യത്യാസം ഇത് ഇവിടെ പറയേണ്ട കാര്യമില്ല രാമായണത്തിൽ, എന്നാലും ഇവിടെ സൂചിപ്പിക്കുകയാണ്. അവിടെ ബാലി എന്നാണ് നമ്മൾ പറയുന്നത്, ബാ എന്ന് പറയുന്ന അക്ഷരം കൊണ്ട്. പക്ഷെ അവിടെ വാ എന്ന് പറയുന്ന അക്ഷരത്തിലാണ് ഈ അക്ഷര വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അത് കാലാന്തരത്തിൽ വന്ന കൂട്ടിച്ചേർക്കലുകളും അതിൽ നിന്നും മാറ്റിയതാ. അതുകൊണ്ടാണ് ഒരു അക്ഷരം തെറ്റി എന്ന് പറഞ്ഞ് നമ്മൾ പരസ്പരം തർക്കിക്കുകയോ കലഹിക്കേണ്ട ആവശ്യമില്ല. ഇത് കാലാന്തരത്തിൽ വന്ന മാറ്റമാണ്. ഇവിടെ ആ വാലി എന്ത് സംഭവിച്ചു എന്ന് പറയുന്നു. അവിടെ നിഷൂദൻ എന്നറിയപ്പെടുന്ന ഒരു അസുരൻ, ആ അസുരന്റെ നിഷൂദൻ എന്നറിയപ്പെടുന്ന ഒരു വാനരശ്രേഷ്ഠന്റെ പുത്രന്മാരാണ് സുഗ്രീവനും ബാലിയും. ഒരിക്കല് ഈ അച്ഛനായിരിക്കുന്ന നിഷൂദൻ മരണപ്പെട്ടു. പിന്നീട് അതിന്റെ രാജ്യത്തിലെ കിഷ്കിന്ധയുടെ രാജാധികാരിയായിട്ട് ബാലി അഭിഷേകം ചെയ്തു. സുഗ്രീവൻ ലക്ഷ്മണൻ എങ്ങനെയാണോ രാമന് എന്നതുപോലെ വളരെ സഹോദര തുല്യം, വളരെ സ്നേഹമായിട്ടും എന്ത് കാര്യത്തിനും ഒരുമിച്ച് പുറപ്പെടുന്ന തരത്തില് വളരെ സുഖമായിട്ട് കിഷ്കിന്ധ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മായാവിയായിരിക്കുന്ന ദുന്ദുഭി എന്ന് പറയുന്ന അസുരന്റെ പൂർവജനായിട്ട് മായാസുതൻ എന്നറിയപ്പെടുന്ന ഒരു അസുരൻ ഒരിക്കലും രാത്രി സമയത്ത് വന്ന് കിഷ്കിന്ധാപുരത്തിൽ നിന്ന് ബാലിയെ വെല്ലുവിളിച്ചു യുദ്ധത്തില്. ആര് ഏത് സമയത്ത് എങ്ങനെ വെല്ലുവിളിച്ചാലും ചാടി പുറപ്പെടും. യുദ്ധത്തിന്റെ സമയോ നീതി ഒന്നും ബാലി നോക്കില്ല. അങ്ങനെ ബാലി പുറപ്പെട്ടു. നേരെ ഒരു ഗുഹയിലേക്കാണ് അവര് പോയത്. യുദ്ധത്തിന് തയ്യാറായി. കൂടെ സുഗ്രീവൻ സഹായത്തിന് ചെന്നു. അവിടെ കാത്തിരുന്നോളാൻ പറഞ്ഞു. ആ ഗുഹയുടെ ഉള്ളിൽ കയറി. കാലം കുറെ കഴിഞ്ഞു എന്നാണ്. കുറെ കാലം ഗുഹാമുഖത്ത് കാത്തിരുന്നു. 1 വർഷത്തോളം പൂർത്തിയായപ്പോഴാണ് ആ ഗുഹാദ്വാരത്തിൽ നിന്നും രക്തം പുറത്തേക്ക് വരുന്നത് കണ്ടത്. ആ ചുവന്ന നിറത്തിലുള്ള രക്തം പുറത്തേക്ക് വരുന്നത് കണ്ടു. ഈ അസുരന്റെ അലർച്ചയൊക്കെ കേട്ടു. ബാലിയുടെ ശബ്ദമൊന്നും കേട്ടതുമില്ല. അപ്പോഴാണ് മനസ്സിലായത് തന്റെ ജ്യേഷ്ഠന് അപകടം സംഭവിച്ചു, മരണപ്പെട്ടു എന്ന് വിചാരിച്ചു. നേരെ ഗുഹാധാരമൊക്കെ അടച്ച് നേരെ കിഷ്കിന്ധയില് ദുഃഖിതനായിട്ട് ചെന്നു. ചെന്ന സന്ദർഭത്തിലാണ് 1 വർഷത്തോളം രാജാക്കന്മാരില്ല കിഷ്കിന്ധയില്. അപ്പൊ മന്ത്രിമാരും മറ്റുള്ളവരും ചെന്ന് പറഞ്ഞു ഇങ്ങനെ അരാജകത്വം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അനുജനായിരിക്കുന്ന സുഗ്രീവനെ രാജ്യാഭിഷേകം ചെയ്തു. രാജാവായിട്ട് വാഴിച്ചു. രാജഭരണമൊക്കെ തുടങ്ങി. ആ കാലഘട്ടത്തിലാണ് ഗുഹാദ്വാരത്തെ ഭേദിച്ചുകൊണ്ട് ബാലി തിരിച്ചെത്തുന്നത്. തിരിച്ചെത്തിയപ്പോ പെട്ടെന്ന് ക്രുദ്ധിതനായി. തന്റെ രാജ്യത്തെ തട്ടിയെടുക്കാൻ സുഗ്രീവൻ മനഃപൂർവ്വം ചെയ്തതാണ്. നമ്മൾ പറഞ്ഞില്ലേ, മനസ്സാണ് നമ്മളെ ശത്രുക്കളെയും മിത്രങ്ങളെയും ഉണ്ടാക്കുന്നത്. കാര്യം ഗ്രഹിക്കലൊക്കെ പിന്നീട്. ഇവിടെ അതേ മനസ്സിന്റെ ഉടമ. അതുകൊണ്ടാണ് ദേവേന്ദ്രനാണ് ഇവിടെ ബാലിയായിട്ട് മാറിയത്. എത്ര മനോഹരമായിട്ടാണ് ഇതിനെ കൂട്ടിയോജിപ്പിച്ചതെന്ന് പ്രവൃത്തികളിലൂടെ അറിയാൻ പറ്റും. അങ്ങനെയുള്ള ആ ദേവേന്ദ്രനായിരിക്കുന്ന ബാലി അവിടെ ആ സിംഹാസനം ഒരിക്കലും നഷ്ടപ്പെടാൻ ആഗ്രഹിക്കില്ലല്ലോ. നേരെ സുഗ്രീവനായിരിക്കുന്ന സൂര്യപുത്രൻ എന്ന് പറയുന്ന സൂര്യന്റെ അംശത്തിലുള്ള സുഗ്രീവനെ ആട്ടി പുറത്താക്കുന്നു. തന്റെ വസ്ത്രമല്ലാതെ മറ്റൊന്നും തന്നെ തന്റെ രാജ്യത്ത് നിന്നും തന്റെ പത്നിയും പുത്രന്മാരും ഒക്കെ ഉപേക്ഷിക്കപ്പെട്ട് അഭയം തേടി ഋഷ്യമൂകാചലത്തില് അഭയം പ്രാപിച്ചു എന്നാണ്. അപ്പോഴാണ് രാമൻ സംശയത്തോട് ചോദിച്ചത്, ഋഷ്യമൂകാചലത്തിൽ ബാലി വന്നില്ലേ? അപ്പൊ പറഞ്ഞു, ബാലിക്ക് ഇവിടെ പ്രവേശിക്കാൻ സാധ്യമല്ല. എന്താ കാരണം? പണ്ട് മതംഗമുനി തപസ് ചെയ്യുന്ന അവസരത്തില് ഈ ദുന്ദുഭി എന്നറിയപ്പെടുന്ന അസുരനെ ബാലി യുദ്ധത്തില് പരാജയപ്പെടുത്തി വധിക്കുന്ന സന്ദർഭത്തില് ഈ അസുരന്റെ മുഖത്തു നിന്നും വന്ന ചോര രക്തം മതംഗാശ്രമത്തില് പതിച്ചു എന്നാണ്. ഈ നിമിഷം തന്നെ അവിടെ
പറഞ്ഞു, മദംഗമുനി പറഞ്ഞു, അല്ലയോ ആ കവിവരനായിരിക്കുന്ന വാനരരാജനായിരിക്കുന്ന ആ ബാലി, ഈ ഒരു മലയുടെ 10 യോജന 10 മൈൽ ദൂരം, 1 യോജന ദൂരത്തിന്റെ സമീപത്ത് എവിടെയും ബാലിയോ ബാലിയുടെ മനസ്സിന്റെ ആഗ്രഹത്തിനെ പൂർത്തീകരിക്കാൻ ആര് തന്നെ വന്നാലും അവർക്ക് മരണം തന്നെ ഈ ഭാഗത്ത് ഉണ്ടാകുമെന്ന് ശാപം കൊടുത്തു. അന്നു മുതൽ ഈ മലയിലേക്ക് കയറാതെ വാലി വരുമെന്ന ഉറപ്പിലാണ് ഞങ്ങൾ ഇരുന്നത്. ആ അവസരത്തിലാണ് അവർക്ക് കയറാൻ പറ്റാത്തത് കൊണ്ട് മറ്റാരെങ്കിലും പറഞ്ഞു വിട്ട് വധിക്കാൻ വാലി ശ്രമിക്കുമോ എന്ന് ഭയത്തോടു കൂടി ഇരിക്കുമ്പോഴാണ് നിങ്ങളെ കണ്ടത്, പരിചയപ്പെട്ടത് എന്നൊക്കെ സൂചിപ്പിക്കുന്നു. അവിടെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് പിന്നീട് ലക്ഷ്മണൻ അവിടെ സംസാരിക്കുന്നു. ഇക്ഷ്വാകുകുല വംശത്തിൽപ്പെട്ട ചരിതമൊക്കെ പറഞ്ഞു. രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയതും പിന്നീട് ആ കബന്ധനും അതോടൊപ്പം തന്നെ ശബരിയും ഒക്കെ പറഞ്ഞത് അറിയിച്ച് ഇവിടെ എത്തിച്ചേർന്നതാണ്. നിങ്ങളുമായിട്ടുള്ള ആ ഒരു നമ്മളുടെ സഖ്യം മൂലം രണ്ടുപേർക്കും അവരുടെ പത്നിയും രാജ്യവും ഒക്കെ നഷ്ടപ്പെട്ടു. രണ്ടുപേരും തുല്യ ദുഃഖിതരാണ്. നമ്മളുടെ ജീവിതത്തിൽ നേട്ടങ്ങളെ ഉണ്ടാക്കാൻ നമുക്ക് ഒരുമിച്ച് സഖ്യം ചെയ്യാം. അങ്ങനെ പറയുമ്പോഴാണ് അവരും പറയുന്നത്, ഞങ്ങൾ ഒരിക്കലും ഇവിടെ ഇരിക്കുമ്പോഴാണ് ഒരു സ്ത്രീയെ അപഹരിച്ചു കൊണ്ടുപോകുന്ന ഒരു രാക്ഷസനെ കാണുകയും ആ സ്ത്രീ പട്ടുവസ്ത്രങ്ങളില് എന്തെയോ ഒരു വസ്തുക്കള് ഇവിടെ താഴേക്ക് ഇട്ടു, ഞങ്ങളത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇത് കേട്ട നിമിഷം തന്നെ രാമൻ കണ്ണുനീരാല് ആ സീതയെ അപ്പോൾ ഓർമ്മിച്ചെടുത്തുകൊണ്ട് വളരെ ദുഃഖത്തോടു കൂടി ഇരിക്കുമ്പോൾ രാമന്റെ മുമ്പിൽ ആദ്യം ആ സീതയുടെ ആഭരണങ്ങൾ വെക്കുന്ന സമയത്ത് ഇത് കാണാൻ ശക്തിയില്ല എന്ന് പറയുമ്പോൾ അതിനെ ലക്ഷ്മണന്റെ സമീപത്ത് കൊണ്ടുവച്ച് ചോദിക്കും, ഇത് തന്നെയാണോ നിങ്ങൾ ഉദ്ദേശിച്ച ആ സ്ത്രീയുടെ ആഭരണങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ ലക്ഷ്മണൻ ഓരോരോ ദേവിയുടെ ശിരസിൽ ധരിക്കുന്നതും കാതിൽ ധരിക്കുന്നതും മൂക്കിൽ ധരിക്കുന്നതും ഒക്കെയായ ആഭരണങ്ങള് കാണുന്ന സന്ദർഭത്തിൽ ഇത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ അവസാനം ആ പാദസരത്തെ കാണുമ്പോൾ ഇത് തന്നെയാണ് എന്ന് ലക്ഷ്മണൻ അവിടെ ഉറപ്പിക്കും. അപ്പൊ ആ ഭക്തോത്തമനായിരിക്കുന്ന ലക്ഷ്മണന്റെ ആ ഒരു ഭാവത്തെ വാൽമീകി വളരെ മധുരമായിട്ട് അവിടെ സൂചിപ്പിച്ചു. ആ പാദത്തിൽ ധരിക്കുന്ന ആ പാദസരത്തെ കണ്ടപ്പോ ഇത് തന്നെയാണ് തൻ്റെ അമ്മയായിരിക്കുന്ന സീതയുടെ ആഭരണമെന്ന് ലക്ഷ്മണൻ പറഞ്ഞു. പിന്നീട് സീതയെക്കുറിച്ചുള്ള വിലാപവും രാമനും ലക്ഷ്മണനും ഒക്കെ കുറെ സമയം അങ്ങനെ കഴിഞ്ഞുകൂടിയെന്നാണ്. പിന്നീടാണ് ലക്ഷ്മണനും സുഗ്രീവനും തമ്മിൽ ഒരു സംസാരം അവിടെ ഉണ്ടായി. രാമന്റെ ശക്തിയില് സുഗ്രീവനൊരു സംശയം ഉണ്ടായി. അപ്പോഴാണ് ചോദിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങളുടെ സംശയം തീർക്കേണ്ടതെന്ന് ലക്ഷ്മണൻ ചോദിക്കുമ്പോൾ അവിടെ പറയും, ഈ മദംഗമുനിയുടെ ആശ്രമമായിരിക്കുന്ന ഈ ഋഷ്യമൂകാചലത്തില് ഈ പറയുന്ന ദുന്ദുബൈ എന്നറിയപ്പെടുന്ന അസുരന്റെ ഉടല് ശവശരീരം ഇല്ലാതായി. ഇപ്പോ അതിന്റെ അസ്ഥികൂടമുണ്ട്. ഈ അസ്ഥികൂടം അവിടെ പറയുന്നു ഇത്ര അളവ് ദൂരം പറയുന്നുണ്ട്, 6 അടി ഒരു വില്ല്, അങ്ങനെ 700 വില്ലളവ് ദൂരത്തിലേക്ക് മാറ്റി എറിയുന്ന ഒരാൾക്ക് മാത്രം ബാലിയെ വധിക്കാൻ സാധിക്കൂ. അപ്പൊ നേരെ ലക്ഷ്മണൻ വന്ന് രാമനോട് പറയും. അപ്പൊ രാമൻ തന്നെ പറയും, അതൊരു ശരിയല്ല, അസ്ഥിയെ തൊട്ട് കഴിഞ്ഞാൽ അത് നമ്മളിലെ സംബന്ധിച്ച് അതൊരു പാപമായിട്ട് തീരും. വെറുതെ നിലത്ത് കിടക്കുന്ന അസ്ഥിയെ തൊട്ടാൽ അത് അശുദ്ധമായിട്ടാണ് നീതിശാസ്ത്രം പറയുന്നത്. അപ്പോ അവിടെ ലക്ഷ്മണൻ പറയും, അല്ലയോ ജ്യേഷ്ഠ, അങ്ങ് കൈകൊണ്ടൊന്നും തൊടണ്ട, പിന്നെ എന്ത് ചെയ്താൽ മതി, ഇടത്തെ കാലിന്റെ തള്ളവിരൽ കൊണ്ട് ഒന്ന് തട്ടിയിട്ടാ മതി. എന്തുകൊണ്ടാണ് അങ്ങനെ ഇടത്തെ കാലിന് തള്ളവിരൽ കൊണ്ട് തൊടാനും കൂടി പറയുന്നത്? വ്യാഖ്യാതാവ് ഗോവിന്ദരാജന്റെ ഭൂഷണത്തിൽ പറയുന്നു, പണ്ട് ത്രിവിക്രമനായിട്ട് ഉയർന്ന സമയത്ത് ഭഗവാന്റെ 2 പാദങ്ങളെ കൊണ്ട് ലോകവും മുഴുവൻ അളന്നപ്പോ ഇടത്തെ കാൽ ഉയർത്തിയ സമയത്താണ് അവിടെ കമണ്ഡലുവിൽ നിന്നും ഭഗവാന്റെ പാദത്തെ കഴുകിയ ഗംഗാതീർത്ഥം, ആ തീർത്ഥമാണ് പിന്നീട് സകരപുത്രന്മാരുടെ ആ ഭസ്മത്തെ ശുദ്ധമാക്കിയത്. ഗംഗാജലം ആവിർഭവിച്ചത് ഭഗവാന്റെ ഇടതുകാലത്തെ തള്ളവിരലിൽ നിന്നാണ്. അതുകൊണ്ട് അതിന് പാപനാശനമാണ്. അതുകൊണ്ട് അങ്ങനെ പാപം വരുമോ എന്നുള്ളൊരു സംശയം വേണ്ട എന്ന് ഇവിടെ ഗോവിന്ദരാജര് വ്യാഖ്യാനത്തിൽ സൂചിപ്പിക്കുന്നു. അങ്ങനെ രാമൻ തന്റെ ഇടതുകാലിന്റെ തള്ളവിരലിനെ കൊണ്ട് ഒന്ന് തൊട്ടതേയുള്ളൂ. അവിടെ 700 വില്ലളവാണ് എങ്കിൽ 10 യോജന ദൂരെ തെറിച്ചു വീണു എന്നാണ്. 1 യോജന 13 കിലോമീറ്റർ. അപ്പൊ അത്രയേറെ ദൂരത്ത് തെറിച്ചു വീണപ്പോ ആ സംശയം പൂർത്തീകരിച്ചില്ലേ എന്ന് സുഗ്രീവനോട് ചോദിച്ചപ്പോ സുഗ്രീവന് വീണ്ടും ഒരു സംശയം. ബാലി വലിച്ചെറിഞ്ഞത് ശരീരവും മജ്ജയും മാംസവും ഒക്കെ ഉള്ള ദുന്ദുബിയുടെ അസുരനെയാണെങ്കിൽ ഇന്ന് അതിന്റെ എല്ലും കഷ്ണം മാത്രമാണിത്.
പിന്നെ എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു, ബാലി 7 മരങ്ങളെ ഒരേ സമയം തന്റെ ശക്തി ഉപയോഗിച്ച് അതിനെ കുലുക്കി അതിൽ നിന്നുള്ള ഫലങ്ങളെയൊക്കെ വീഴ്ത്തും. അതാണോ കാര്യം എന്ന് ചോദിക്കുമ്പോൾ രാമൻ തന്റെ ഒരു അസ്ത്രം എടുത്ത് ഒരൊറ്റ ലക്ഷ്യത്തിൽ തന്നെ, ഒരസ്ത്രം കൊണ്ട് തന്നെ 7 മരങ്ങളെയും മുറിച്ചുകൊണ്ട് തന്റെ ശക്തിയെ അവിടെ പ്രദർശിപ്പിക്കുന്നു എന്നാണ്. ഇങ്ങനെ രാമന്റെ ശക്തിയില് സംശയം സുഗ്രീവനുണ്ടായത് കൊണ്ടാണ് പിന്നീട് യുദ്ധത്തിൽ ആദ്യ ദിനം ബാലിയിൽ നിന്ന് നല്ല പ്രഹരം കിട്ടിയത്. ഭഗവാൻ തന്നെ വിചാരിച്ചു, അങ്ങനെ എന്നെ സംശയിച്ചല്ലോ, അതിനൊരു ശിക്ഷ വേണം. മാത്രമല്ല പറയുന്നു, ലക്ഷ്മണനെ വേണ്ട രീതിയിൽ ബഹുമാനിച്ചില്ല എന്നാണ്. രാമന് പ്രത്യേകമായ ഒരു ആസനവും ഒക്കെ കൊടുത്ത് രാമനെ ഇരുത്തിയെങ്കിൽ ലക്ഷ്മണന് തത്തുല്യമായ ഒരു പരിഗണന കൊടുത്തില്ല. ഹനുമാനാണ് ഒരു തടി പ്രശ്നം കൊണ്ടുവന്ന് ലക്ഷ്മണന് ഇരിക്കാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുത്തതെന്ന്. അതിലൂടെ വ്യാഖ്യാതാവ് പറയുന്നു, ഭഗവാനെ ബഹുമാനിക്കുന്നതിനേക്കാൾ ഭഗവാന്റെ ഭക്തനെ വേണം ബഹുമാനിക്കാൻ. നമ്മൾ പല ആവർത്തി അത് പറഞ്ഞതാ. അതുകൊണ്ടുകൂടിയാണ് ഒരു മാല ഉണ്ടാക്കി 2ാമത്തെ ദിവസം യുദ്ധം ചെയ്യുമ്പോൾ ഒരു മാല ലക്ഷ്മണനെ കൊണ്ടുണ്ടാക്കിച്ച് ലക്ഷ്മണന്റെ മുമ്പിൽ തലകുനിച്ച് ആ മാലയെ സ്വീകരിക്കാൻ സുഗ്രീവനെ കൊണ്ട് നിർബന്ധിതനാക്കിയത്. തന്റെ ഭക്തന്റെ മുമ്പിൽ തലകുനിക്കണം. എത്ര മനോഹരമായിട്ടായി വ്യാഖ്യാതാവ് ഗോവിന്ദരാജര് ഈ ഭൂഷണത്തിലെ ഓരോരോ സന്ദർഭങ്ങളെയും അതിന്റെ ഉള്ളിലെ ആന്തരിക അർത്ഥത്തെ സൂചിപ്പിച്ചത്. ഏകദേശം 1 മണി കഴിഞ്ഞു. നമുക്കിനി അധികം നീണ്ടുപോകണ്ട. ബാലി ചോദിക്കുന്ന 7 ചോദ്യങ്ങളുണ്ട് അസ്ത്രം വെയ്ത് കിട്ടുമ്പോൾ. വളരെ മനോഹരമായിട്ടുള്ള 7 ചോദ്യങ്ങൾ. ആ 7 ചോദ്യങ്ങൾക്ക് രാമൻ കൊടുക്കുന്ന ഉത്തരവും വളരെ ശ്രേഷ്ഠമാണ്. അത് വൈകിട്ട് നമുക്ക് പ്രഭാഷണ സമയത്ത് അനുസ്മരിക്കാം. ഏതായാലും മധ്യാഹ്നം വരെയുള്ള ചടങ്ങുകൾ അഞ്ജനാനന്ദനായിരിക്കുന്ന ഭഗവാൻ ആ ലങ്ക തരണം ചെയ്ത് അവിടേക്ക് പുറപ്പെട്ടു. കഴിയുന്ന സജ്ജനങ്ങൾക്ക് ഉച്ച കഴിഞ്ഞ് കേൾക്കാനിരിക്കുമെങ്കിൽ വളരെ ശ്രേഷ്ഠമാണ്. ഇന്ന് പ്രത്യേകിച്ചും എല്ലാ ദിവസവും വളരെ ശ്രേഷ്ഠമാണെങ്കിലും സുന്ദരകാന്ഡമാണ് പാരായണം ചെയ്യുന്നത്. നമ്മളുടെ നാട്ടിൽ അത്ര പരിചയമില്ല എന്നുള്ളൂ. മറ്റ് ഭാരതത്തിന്റെ എല്ലാ ദേശങ്ങളും, കേരളം ഒഴികെയുള്ള എല്ലാ ദേശങ്ങളിലും ഈ സുന്ദരകാന്ഡ പാരായണം വളരെ ശ്രേഷ്ഠമാണ്. എന്ത് കർമ്മങ്ങൾ ആരംഭിക്കുമ്പോഴും സുന്ദരകാന്ഡം പാരായണം ചെയ്തിട്ടാണ് അവരുടെ എന്ത് പ്രവൃത്തികളും ശുഭസൂചകമായിട്ട് ആരംഭിക്കുന്നത്. വളരെ പ്രാധാന്യമുള്ള സുന്ദരകാന്ഡമാണ് പാരായണം ആരംഭിച്ചത്. ഏതായാലും കഴിയുന്ന സജ്ജനങ്ങൾ ഉച്ച കഴിഞ്ഞ് സുന്ദരകാന്ഡം കേൾക്കുക. വൈകിട്ട് 5 മണിക്ക് ശേഷം പാരായണം സമർപ്പിച്ചതിന് ശേഷം ആ കഥകളെ, ബാലി ചോദിക്കുന്ന 7 ചോദ്യങ്ങൾ, അതിന്റെ ഉത്തരങ്ങൾ, പിന്നീട് ഹനുമാന്റെ വർണ്ണനകളൊക്കെ വൈകിട്ട് നമുക്ക് അനുസ്മരിക്കാൻ സാധിക്കട്ടെ. അഞ്ജനാനന്ദനായിരിക്കുന്ന ഹനുമാൻ സ്വാമി ഇന്ന് വെറ്റിലമാല സമർപ്പിച്ചവരും അഭിഷേകം നടത്തിയവരുടെയും, അതുമാത്രമല്ല ഇന്ന് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് എല്ലാ തരത്തിലുമുള്ള സാന്നിധ്യവും സമർപ്പണവും ഒക്കെ നടത്തിയ എല്ലാ ഭക്തന്മാരെയും മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മധ്യാഹ്നം വരെയുള്ള എല്ലാ ചടങ്ങുകളും രാമ സേവകനായിരിക്കുന്ന, രാമദാസനായിരിക്കുന്ന, അഞ്ജനാപുത്രനായിരിക്കുന്ന ഹനുമാൻ സ്വാമിയുടെയും അതോടൊപ്പം തൃക്കളത്തൂര് ശ്രീലകത്ത് കുടികൊള്ളുന്ന ശ്രീരാമചന്ദ്ര സ്വാമിയുടെ പാദങ്ങളിലും മധ്യാഹ്നം വരെയുള്ള ചടങ്ങുകൾ പരിപൂർണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് മധ്യാഹ്നം വരെയുള്ള കാര്യങ്ങൾ ഉപസംഹരിക്കുന്നു. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ. രാമായണത്തില് ആണ് നമ്മൾ ഈ കാണ്ഡങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുക. ഭാഗവതത്തിലാണെങ്കിൽ സ്കന്ധങ്ങള്, മഹാഭാരതത്തിലാണെങ്കിൽ പർവ്വങ്ങള്, വിഷ്ണു പുരാണത്തിലാണെങ്കിൽ അംശങ്ങൾ. എന്ന ഇത്തരത്തിലാണ് നമ്മളുടെ പുരാണങ്ങളെ ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുക. അതില് ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്ധാകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം, തരകാന്ഡം. ഇത്തരത്തില് 7 കാണ്ഡങ്ങളാണ്. നമ്മൾ പറഞ്ഞു ഇവിടെ ഈ വർഷത്തെ വാൽമീകി രാമായണ നവാഹ യജ്ഞത്തില് വാൽമീകിയാൽ രചിതമായിരിക്കുന്ന ഈ പുരാണത്തെ വളരെ മനോഹരമായിട്ട് 12ാം നൂറ്റാണ്ടിന് മുന്നേ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഗോവിന്ദരാജരുടെ ഭൂഷണം എന്നറിയപ്പെടുന്ന വിഖ്യാതമായിരിക്കുന്ന വ്യാഖ്യാനത്തെയാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുക. അദ്ദേഹത്തിനും അപ്പുറം ആചാര്യന്മാര്, വൈഷ്ണവ സമ്പ്രദായത്തിലെ ആചാര്യന്മാര് ഇദ്ദേഹത്തിന്റെ വ്യാഖ്യാനത്തിനപ്പുറം ഒരു വ്യാഖ്യാനം ഉണ്ടെന്ന് പറഞ്ഞു വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രഥമമായിരിക്കുന്ന ആ ഭൂഷണം എന്നാണ് ഗ്രന്ഥത്തിന്റെ പേര് തന്നെ, ഗോവിന്ദരാജരുടെ വ്യാഖ്യാനം. അത് നമുക്ക് പറ്റുന്നത് പോലെയൊക്കെ സമയത്തിനനുസരിച്ച് നമ്മൾ അനുസ്മരിച്ചു വരുന്നു. ഇന്ന് അതിൻ്റെ വളരെ വിശേഷപ്പെട്ട സുന്ദര കാണ്ഡത്തിൽ അവിടെ സുന്ദരൻ എന്ന നാമം, ബാക്കിയുള്ള ഓരോ കാണ്ഡവും നമ്മൾ നോക്കിയാൽ കാണാം.
അയോധ്യാകാന്ഡം, കിഷ്കിന്ധാകാന്ഡം, ആരണ്യകാന്ഡം, ഇനി യുദ്ധത്തിന്റെ സമയത്ത് യുദ്ധകാന്ഡം, പിന്നീട് ഉത്തര രാമായണം വരുന്ന കാണ്ഡം. അപ്പൊ ഈ തരത്തില് ഓരോ കാണ്ഡങ്ങൾക്കും ആരുടെയും പേര് കൊടുത്തിട്ടില്ല. ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലങ്കയിൽ നടക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് സ്വാഭാവികമായിട്ട് എന്താണ് വേണ്ടത്? ലങ്കാകാന്ഡം എന്നാണ് ഒരു പക്ഷേ വേണ്ടി വന്നേക്കേണ്ടത്. പക്ഷേ അവിടെ ഭഗവാന്റെ നാമത്തിലെ ഭക്തന്റെ പേരിൽ അറിയപ്പെടുന്ന കാണ്ഡമാണ്. ആരാ ഭക്തൻ? ഭക്തന്റെ പേരെന്താ? സുന്ദരൻ. അഞ്ജനാനന്ദനം വീരം ജാനകി ശോകനാശനം കപീശം അക്ഷഹന്താരം വന്ദേ ലങ്കാഭയങ്കരം ആഞ്ജനേയമതിപാടലാനനം കാഞ്ചനാദ്രി കമനീയ വിഗ്രഹം പാരിജാത തരുമൂലവാസിനം ഭാവയാമി പവമാനനന്ദനം. അങ്ങനെയുള്ള ആ ഭഗവാന്റെ ദാസനായിരിക്കുന്ന അഞ്ജനാപുത്രനായിരിക്കുന്ന ആ ഭഗവാന്റെ വളരെ വിശേഷപ്പെട്ട ആ ലീലകളെ വർണ്ണിക്കുന്ന ഇവിടെ നമ്മൾ സൂചിപ്പിക്കുന്ന വാൽമീകിയുടെ ആ സുന്ദരകാന്ഡത്തില് രാമായണം മുഴുവനും ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സീതാദേവിയുടെ അടുത്ത് ചെന്ന് ശിംശിബാ വൃക്ഷത്തിന്റെ ചുവട്ടില് അദ്ദേഹത്തെ അന്വേഷിച്ച് നടന്നു. പിന്നീട് കണ്ടുകിട്ടുന്ന സന്ദർഭത്തില് ആ ദേവിയുടെ മുമ്പില് ഇതുവരെയുള്ള രാമായണത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. പിന്നീട് രാക്ഷസ സ്ത്രീകളില് പ്രധാന കഥാപാത്രമായിട്ട് വരുന്ന ത്രിജട എന്നറിയപ്പെടുന്ന രാക്ഷസ സ്ത്രീ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെ കൂടി തൻ്റെ സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങളെ ഉണർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമ്പൂർണ്ണ രാമായണ പാരായണത്തിന് തത്തുല്യമാണ് വാൽമീകി രചിച്ച സുന്ദരകാന്ഡം പാരായണം ചെയ്താൽ. മറ്റുള്ള കാണ്ഡങ്ങളെ പോലെ നമുക്ക് അധികം എളുപ്പത്തിൽ പാരായണം ചെയ്ത് തീർക്കാനും സാധ്യമല്ല. ഓരോരോ സർഗങ്ങളില് നിരവധി ശ്ലോകങ്ങളാണ്. 200ഉം 250ഉം ശ്ലോകങ്ങളൊക്കെ നീണ്ടു നിൽക്കുന്ന വലിയ വലിയ സർഗങ്ങളാണ്. എന്നാൽ ബാലകാന്ഡവും അയോധ്യാകാന്ഡവും കിഷ്കിന്ധാകാന്ഡത്തിലൊക്കെ 19ഉം 23ഉം 40ഉം 50ഉം 60ഉം ഒക്കെയാണ് ഒരു സർഗത്തിലുള്ളതെങ്കിൽ ഇവിടെ 200ഉം 150ഉം അതിന് മുകളിലേക്കൊക്കെയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള വളരെ വിശേഷപ്പെട്ട ആ സുന്ദരകാന്ഡം നാളെയും നമ്മൾ പാരായണം ചെയ്ത് കേൾക്കപ്പെടും. ഇന്ന് നമ്മൾ പാരായണം ചെയ്ത ആ ഭാഗങ്ങളെ നമുക്ക് പറ്റുന്ന രീതിയിൽ ഒന്ന് അനുസ്മരിക്കാൻ ശ്രമിക്കാം. പൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖ വന്ദേ വാൽമീകി കോകിലം. അങ്ങനെ ഇരിക്കുന്ന വാൽമീകിയുടെ നാവിൽ നിന്നും ഉച്ചരിച്ച ആ ശോകത്തെ ശ്ലോകമാക്കി മാറ്റിയ ആ മഹത്തരമായിരിക്കുന്ന കാവ്യത്തെ ഏകദേശം കണക്കൊന്നും നമുക്ക് പറയാൻ വയ്യ എങ്കിൽ പോലും 10-17 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട ആ കാവ്യം ലോകങ്ങൾ മുഴുവനും പ്രചരിച്ച ആ രാമായണം, ഭഗവാന്റെ ആ രാമായണ കഥയെയാണ് നമ്മളിവിടെ അനുസ്മരിക്കുന്നത്. മധ്യാഹ്നത്തിൽ നമ്മൾ കുറച്ച് സമയം നമുക്ക് ലഭിച്ച സമയത്ത് നമ്മൾ സൂചിപ്പിച്ചത് കിഷ്കിന്ധാകാന്ഡത്തില് അവിടെ രാമചന്ദ്രൻ സുഗ്രീവനുമായിട്ടുള്ള സഖ്യത്തിലേർപ്പെട്ട് സുഗ്രീവന്റെ മുന്നില് സുഗ്രീവന്റെ ഇഷ്ടത്തിന് വേണ്ടി, അദ്ദേഹത്തിന്റെ താല്പര്യത്തിന് വേണ്ടി ആ അസുരനായിരിക്കുന്ന മയാസുരന്റെ, ദുന്ദുബി എന്നറിയപ്പെടുന്ന അസുരന്റെ ഉടലിനെ തന്റെ ഇടങ്കാല് കൊണ്ട് ഒന്ന് തട്ടി 700 വില്ലളവ് ദൂരെ ഇടാൻ ശക്തി വേണമെന്നാണ് ആവശ്യപ്പെട്ടതെങ്കിൽ 10 യോജന ദൂരം, ഏകദേശം 1600 അടിക്ക് മുകളില് അത്രയും ദൂരത്തേക്ക് രാമൻ തന്റെ കാലുകളെ കൊണ്ടൊന്ന് തൊട്ട നിമിഷം തെറിച്ചുപോയി എന്നാണ്. പിന്നീട് 7 വൃക്ഷങ്ങളെ ഒറ്റ ശരം കൊണ്ട് തന്നെ അതിനെ മുറിച്ചു കളഞ്ഞു. അങ്ങനെ സുഗ്രീവനില് ആ വിശ്വാസം ഉടലെടുത്തു. പിന്നീട് സുഗ്രീവനെ നേരെ ബാലിയെ വെല്ലുവിളിക്കാനായിട്ട്, അല്ലെങ്കിൽ ബാലിയുമായിട്ടുള്ള യുദ്ധത്തിന് രാമചന്ദ്രൻ പറഞ്ഞയക്കുന്നു. വാലിയുമായിട്ട് ചെന്ന് പോർ വിളിക്കുന്നു. ആര് പോര് വിളിച്ചാലും ഉടനെ തന്നെ ഇറങ്ങി പുറപ്പെടുന്ന വാലിയെ തടഞ്ഞുകൊണ്ട് താര പറയും, രാമന് എന്നറിയപ്പെടുന്ന അംഗദന്റെ ചാരന്മാര് വന്ന് അറിയിച്ചിട്ടുണ്ട്, സുഗ്രീവൻ മറ്റ് ആരോ ആയിട്ടൊക്കെ സഖ്യം ചെയ്തിട്ടുണ്ട്, അത് രാമചന്ദ്രനായിരിക്കുന്ന ഭഗവാൻ തന്നെയാണ്, അതുകൊണ്ട് തന്നെ അങ്ങ് യുദ്ധത്തിന് പുറപ്പെടരുത് എന്നൊക്കെ പത്നിയായ താര ഉപദേശിക്കും. അവിടെ ആ താരയോട് തന്നെ യുദ്ധത്തിന് ധർമ്മമനുസരിച്ച് പോര് വിളിക്കുമ്പോൾ അത് അന്തഃപുരത്ത് ഇരുന്ന് കേൾക്കാൻ ഞാൻ അതിന് വകപ്പെട്ട ആളല്ല. യുദ്ധത്തിന് വിളിച്ചാൽ പോയി യുദ്ധം ചെയ്യണം, ധർമ്മം. അതുകൊണ്ട് യുദ്ധത്തിന് പുറപ്പെടുന്നു. പിന്നീട് പറഞ്ഞു താരയോട്,
സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് തൻ്റെ മുന്നിൽ വന്ന് യുദ്ധം ചെയ്യുന്നത് എങ്കിൽ പൊതുവെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആരോടുകൂടി യുദ്ധം ചെയ്താലും യുദ്ധത്തിന്റെ എതിരാളിയുടെ പകുതി ബലം തനിക്ക് ലഭിക്കുമെന്നുള്ള ഒരു ശക്തി ഇദ്ദേഹത്തിനുണ്ടെന്നാണ്. അപ്പോ കാഞ്ചനമാല എന്നറിയപ്പെടുന്ന ഒരു വിശേഷപ്പെട്ട മാല ധരിച്ചിട്ടാണ് അദ്ദേഹം യുദ്ധത്തിന് പുറപ്പെടുന്നത്. ഈ മാല കഴുത്തിൽ അണിയുന്ന സമയത്ത് എതിരാളിയുടെ പകുതി ശക്തി തനിക്ക് ലഭിക്കുമെന്നുള്ള ഒരു ശക്തി വിശേഷം അനുഗ്രഹം വാലിക്ക് ലഭ്യമായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ വാലി ഇവിടെ ഈ വാൽമീകി രാമായണത്തിൽ സൂചിപ്പിക്കുന്നു, രാമചന്ദ്രൻ നേരിട്ട് വന്ന് എന്നോട് നേരിട്ട് പോരിട്ടാൽ ഭഗവാനിൽ നിന്നുമുള്ള പകുതി ശക്തി എന്നിലേക്ക് വന്ന് ചേർന്നാൽ പോലും ഭഗവാന്റെ ശക്തിക്ക് ഒരു കുറവും സംഭവിക്കില്ല. എന്തുകൊണ്ടെന്നാൽ അതുകൊണ്ടാണ് നമ്മൾ എന്നും നിർത്തുന്ന സമയത്ത് ഒരു ശ്ലോകം പറയുന്നത്, പൂർണ്ണമദം പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദശ്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ ശിഷ്യതേ. പൂർണ്ണത്തിൽ നിന്ന് നമുക്ക് ഒന്നും തിരിച്ചെടുക്കാൻ സാധ്യമല്ല, അത് പൂർണ്ണമായിട്ട് തന്നെ ഉൾക്കൊള്ളും. പൂർണ്ണത്തിലേക്ക് എന്ത് കൊടുത്താലും അത് പൂർണ്ണമായിട്ട് തന്നെ ഇരിക്കും. അതാണ് സാക്ഷാൽ ആ ഭഗവാൻ എന്ന് അവിടെ വാലി സൂചിപ്പിക്കുന്നുണ്ട്. പിന്നീട് നേരെ യുദ്ധത്തിന് പോകുന്നു. ആ യുദ്ധത്തിന് പോയി ആദ്യ യുദ്ധത്തില് സുഗ്രീവൻ അമ്പയെ പരാജയപ്പെടുന്നു. നിരവധി താഠനം നേടി അവസാനം തിരിച്ച് നാണം കെട്ട് രാമന്റെ മുമ്പിൽ തന്നെ വന്ന് കുറെ കാര്യങ്ങളെയൊക്കെ പറയും. എന്നെ കൊല്ലാൻ വേണ്ടി തന്നെയാണോ, വാലിയുടെ കൂടെ ചേർന്നിട്ടാണോ എന്നൊക്കെ പറഞ്ഞ് പലതരത്തിൽ തന്റെ ആ വിഷമത്തെയും ക്രോധത്തെയും ഒക്കെ പറയും. അപ്പൊ ഭഗവാൻ അവിടെ പറഞ്ഞത്, നിങ്ങൾ തമ്മിലുള്ള മല്ലയുദ്ധത്തില് നിങ്ങളെ ആരാണ് വാലി എന്ന് തിരിച്ചറിയാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാൻ അസ്ത്രം അയക്കാതിരുന്നത് എന്നൊക്കെ രാമൻ പറയും. പക്ഷേ അതിന് വ്യാഖ്യാതാവ് ഗോവിന്ദരാജർ പറയുന്നത്, മധ്യാഹ്നത്തിൽ നമ്മൾ സൂചിപ്പിച്ചു, സുഗ്രീവൻ ലക്ഷ്മണനുമായിട്ട് സഖ്യമൊക്കെ ചെയ്ത സമയത്തും ഭഗവാന് ഇരിക്കാനുള്ള ഒരു ഇരിപ്പിടമൊക്കെ കൊടുത്തു. പക്ഷേ ലക്ഷ്മണനെ വേണ്ട രീതിയിൽ ഗൗനിച്ചില്ല എന്നാണ്. പിന്നീട് ഹനുമാനാണ് ലക്ഷ്മണന് പറ്റിയ ഒരു ഇരിപ്പിടമൊക്കെ കൊണ്ട് കൊടുത്തത്. ഇത് തന്നെയാണ് ഭഗവാൻ ഇന്നലെയും സൂചിപ്പിച്ചു, ലക്ഷ്മണനെ ഭർഷിച്ച ദേവി ആ സീതാദേവി ലക്ഷ്മണനോട് വളരെയേറെ വാക്കുകളെ കൊണ്ട് ദുഃഖിപ്പിച്ചു. അപ്പൊ ഭഗവാൻ തന്നെ അവിടെ സൂചിപ്പിച്ചു, അത് സീതയായാൽ കൂടി തൻ്റെ ഭക്തനെ വിഷമിപ്പിക്കുന്ന ആളെ ഭഗവാൻ അതിന് തക്കതായ ശിക്ഷ കൊടുക്കുമെന്നാണ്. അങ്ങനെ ലക്ഷ്മണനോട് മോശപ്പെട്ട വാക്കുകൾ പറഞ്ഞപ്പോഴാണ് സീതയ്ക്ക് രാവണനിൽ അപഹരിക്കപ്പെടേണ്ടി വന്നത്. ഇതുപോലെ തന്നെ ലക്ഷ്മണനാകുന്ന തൻ്റെ ആ കൂടെ എപ്പോഴും കഴിയുന്ന തൻ്റെ ഭക്തനായിരിക്കുന്ന ലക്ഷ്മണനെ വേണ്ട രീതിയിൽ ഗൗനിച്ചില്ല. അതുകൊണ്ട് തന്നെ ആ സുഗ്രീവൻ രണ്ടടി മേടിക്കട്ടെ എന്ന് ഭഗവാൻ വിചാരിച്ചു എന്നാണ് വ്യാഖ്യാതാവ് ഗോവിന്ദരാജര് അതിൽ എഴുതി വച്ചിരിക്കുന്നത്. പിന്നീട് പറഞ്ഞു, നല്ലൊരു മാല, വളരെ വിശേഷപ്പെട്ട പുഷ്പങ്ങളെ കൊണ്ട് തന്നെ മനോഹരമായ ഒരു മാല തയ്യാറാക്കാൻ ലക്ഷ്മണനോട് പറഞ്ഞു. വീണ്ടും വെല്ലുവിളിക്കാൻ യുദ്ധത്തിന് പുറപ്പെടാൻ സുഗ്രീവൻ തയ്യാറാകുമ്പോൾ സുഗ്രീവനെ കൊണ്ട് ഇതേ ലക്ഷ്മണന്റെ മുമ്പില് തല കുനിപ്പിക്കും ഈ മാല ഇടാനായിട്ട്. ഇതാണ് ഭഗവാൻ ഭക്തരോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് നമുക്ക് കാണിച്ചു തരുന്ന ദൃഷ്ടാന്തം. അങ്ങനെ ആ മാലയും അണിഞ്ഞ് വീണ്ടും യുദ്ധത്തിന് വെല്ലുവിളിക്കുന്നു. വാലിയുമായിട്ട് വളരെ സമയം നീണ്ടു നിൽക്കുന്ന അതിഘോരമായിട്ടിരിക്കുന്ന യുദ്ധം. എഴുത്തച്ഛൻ അത് മനോഹരമായിട്ടൊക്കെ ആ യുദ്ധരംഗത്തെയൊക്കെ വർണ്ണിച്ചിട്ടുണ്ട്. അങ്ങനെ യുദ്ധത്തിന്റെ ഒരു വേളയില് അവിടെ തളർച്ച സുഗ്രീവനാണ്, വാലിക്ക് വിജയമുണ്ടാകുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോ തിരിച്ചറിഞ്ഞു. രാമൻ വൃക്ഷത്തിന്റെ പുറകിലേക്ക് മറഞ്ഞു നിന്നുകൊണ്ട് തൻ്റെ ശരം താടകയെയും അതോടൊപ്പം തന്നെ ദുഷ്ടരായ ഖരദൂഷണ തൃശിരാക്കളെയും ഒക്കെ വധിച്ച രാമബാണം കൃത്യമായിട്ടും തന്നെ ആ വാലിയുടെ ഹൃദയത്തെ ഭേദിച്ചുകൊണ്ട് വാലിയുടെ ശരീരത്തെ വീഴ്ത്തി നിലത്ത്. ഈ സന്ദർഭത്തില് രാമൻ വൃക്ഷത്തിൽ നിന്നും മറഞ്ഞിരുന്ന രാമൻ പുറത്തേക്ക് വരുന്നു. ആ സമയം വാലി ചോദിക്കുന്ന 7 ചോദ്യങ്ങൾ വളരെ വിശേഷപ്പെട്ട ചോദ്യങ്ങളാണ്. ഇന്നും നമ്മളും ഒക്കെ രാമനെ പലതരത്തിലും നമ്മുടെ ചൂണ്ടുവിരലിന്റെ മുമ്പിൽ നിലനിർത്തുന്ന പല സന്ദർഭങ്ങളും രാമനുണ്ട്. ഒരുപക്ഷെ കൃഷ്ണൻ അത്രയും ഇല്ല എന്നാണ് നമ്മളുടെ ഒരു തോന്നല്. രാമൻ വിഗ്രഹാൻ ധർമ്മത്തിന് വേണ്ടി നിലനിന്നത് കൊണ്ട് തന്നെ ധർമാധർമ്മങ്ങളൊക്കെ നമ്മൾ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിൽ ചിന്തിക്കുന്നത് കൊണ്ട് രാമനെ എപ്പോഴും ചോദ്യചിഹ്നത്തിന്റെ പുറത്ത് നിൽക്കുന്നു. അത് വളരെ വിസ്തരിച്ച് ഇവിടെ വ്യാഖ്യാതാവ് അത് പറഞ്ഞു തന്നിട്ടുണ്ട്. വാലി ചോദിക്കുന്ന 7 ചോദ്യങ്ങളുണ്ട്. ആ 7 ചോദ്യങ്ങളും പൂർണ്ണമായിട്ടും കേട്ടുകൊണ്ട്, നമ്മളൊക്കെ എങ്ങനെയാ ഒരു ചോദ്യം ചോദിച്ചാൽ അപ്പൊ തന്നെ അതിന് ഉത്തരം പറയാനായിട്ട് വെമ്പും. പക്ഷെ രാമൻ അങ്ങനെയല്ല, പറയുന്നത് മുഴുവൻ പറഞ്ഞത് കേട്ടു, പറഞ്ഞ് അവസാനിപ്പിച്ചു എന്ന് തോന്നിയ സ്ഥലത്ത് അവിടെ തുടരും.
അങ്ങനെയാണ് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത്, രാമ എന്തിനാണ് എന്നെ എയ്തു വീഴ്ത്താൻ കാരണം? നമ്മൾ തമ്മിൽ യാതൊരു പരിചയവും ഇല്ല. എവിടെയോ കിഷ്കിന്ധയിൽ കിടക്കുന്ന ഞാൻ, അങ്ങ് ഇപ്പൊ ആദ്യമായിട്ടാണ് നമ്മൾ തമ്മിൽ കാണുന്നത്. ഒരു പരിചയവുമില്ലാത്ത നമ്മൾ തമ്മിൽ എന്ത് ശത്രുതയുള്ളത്? എന്നെ എന്തിനാണ് എയ്തു വീഴ്ത്തിയത്? പിന്നീട് ചോദിക്കുന്നു, അങ്ങ് ഒരു ചാരത്താൽ മൂടപ്പെട്ട അഗ്നിയെ പോലെയാ. ഒരു കനൽക്കട്ട ഉള്ളിലുണ്ട് എന്നറിയില്ല, അതിൽ ചാരമാണ് എന്ന് വിചാരിച്ച് കാലോ കയ്യോ വന്ന് സ്പർശിക്കുമ്പോഴേ നമ്മളും ആ തീയുടെ ചൂടറിയുള്ളൂ, കാലോ കയ്യോ പൊള്ളുകയോ അനുഭവിക്കപ്പെടുള്ളൂ. അതുപോലെ തന്നെ പുല്ല് നിറഞ്ഞ ഒരു കിണറിനെ, പുല്ലാൽ മൂടപ്പെട്ട ഒരു കിണറിനെ തിരിച്ചറിയാതെ അതിൽ വന്ന് വീഴുന്നത് പോലെ അങ്ങ് ഇത്തരത്തില് ഒരുക്കിയ കെണിയിലാണ് ഞാൻ വന്നുപെട്ടത് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നു. മാത്രമല്ല, അങ്ങയോട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. നമ്മൾ തമ്മിൽ വിരോധമുണ്ടാവാൻ അങ്ങയുടെ സ്ഥലത്തെയോ സ്വർണത്തെയോ അതുപോലെ സ്ത്രീയോ ഞാൻ അപഹരിച്ചിട്ടില്ല. ഇങ്ങനെ ഞാൻ യാതൊരു തെറ്റും അങ്ങയോട് ചെയ്തിട്ടില്ല. പിന്നെ എന്തിനു വേണ്ടി അങ്ങ് എന്നെ വധിച്ചു? അങ്ങയുടെ രാജ്യത്തിന് ഞാനൊരു ശല്യം ഉണ്ടാക്കിയിട്ടില്ല. പിന്നീട് ചോദിക്കുന്നു, എന്തിനാണ് എന്നെ മറഞ്ഞിരുന്ന് അമ്പെയ്തത്? പിന്നീട് പറഞ്ഞു, അങ്ങ് മനുഷ്യ ജന്മം സ്വീകരിച്ച ആളാണ്, മനുഷ്യനാണ്, ഞാൻ വാനരനാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യരും വാനരനും തമ്മിൽ യാതൊരു ശത്രുതയും ഇല്ല. അതുകൊണ്ട് എന്തിനാണ് എന്നെ, ഈ വാനരജാതിയിൽപ്പെട്ട നമ്മൾ തമ്മിൽ പൂർവ്വവൈര്യം ഒന്നുമില്ല, പിന്നെ എന്തിനെന്നെ വീഴ്ത്തി? പിന്നീട് ഈ കുരങ്ങ് എന്നറിയപ്പെടുന്ന ഈ ജീവന്റെ ഈ ശരീരത്തിനെ കൊണ്ട് അങ്ങക്ക് യാതൊരു പ്രയോജനവും ഇല്ല. ഇപ്പൊ മാനിനെ ആണെങ്കിൽ മാൻതോലെടുക്കാം, പുലിത്തോലെടുക്കാം, ആനത്തോലെടുക്കാം, ആനക്കൊമ്പെടുക്കാം, പുലിനഖം എടുക്കാം. ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ആ ഒരു മൃഗത്തെ വേട്ടയാടി അതിന്റെ ഏതെങ്കിലും ഒരു കാര്യം ഉപയോഗപ്പെടുത്തും. എൻ്റെ ഈ ശരീരം കൊണ്ട് അങ്ങക്ക് എന്ത് പ്രയോജനം? ഇതുകൊണ്ട് യാതൊന്നും നേടാനില്ല. മാത്രമല്ല, ഞാൻ കിഷ്കിന്ധ എന്നറിയപ്പെടുന്ന രാജ്യത്തിലെ രാജാവാണ്. ഒരു രാജാവിനെ നേർക്ക് നിന്ന് പോരാടാതെ മറഞ്ഞിരുന്ന് വധിച്ചത് കൊണ്ട് അല്ലയോ രാമ, അങ്ങയിലേക്ക് പാപം നരകം തന്നെ വന്ന് ലഭിക്കും. ഈ 7 കാര്യങ്ങളാണ് എണ്ണി എണ്ണി അവിടെ വാലി പറയുന്നത്. അതില് മറുപടിയായിട്ട് രാമൻ പറയുന്നതാണ്. എന്തുകൊണ്ട് മറഞ്ഞിരുന്നു വാലിയെ കൊല്ലുന്നു എന്നുള്ള ചോദ്യത്തിന് രാമൻ തന്നെ കൊടുക്കുന്ന മറുപടി വളരെ വിശേഷപ്പെട്ടതാ. ആദ്യത്തെ ചോദ്യത്തിന്റെ തന്നെ ഉത്തരം പറയും, വാലി നീ പറഞ്ഞല്ലോ നമ്മൾ തമ്മിൽ യാതൊരു ശത്രുതയും ഇല്ലാന്ന്. പക്ഷേ നീ ഒരു കാര്യം ചിന്തിച്ചിട്ടില്ല, ഇക്ഷ്വാകുവിന്റെ വംശത്തിൽപ്പെട്ട ആളാണ് ഈ ഞാൻ. മാത്രമല്ല, ഇക്ഷ്വാകുവിന്റെ വംശത്തിൽപ്പെട്ട ഈ ഒരു വംശത്തില് ദശരഥൻ ഈ ഭൂമി മുഴുവൻ അശ്വമേധയാഗം നടത്തി അതിന്റെ ചക്രവർത്തിയായിട്ട് ഭരിക്കുന്ന ആളാണ്. ഇന്ന് ദശരഥന് പകരമായിട്ട് എൻ്റെ അനുജനായ ഭരതനാണ് ഈ ഭൂമി ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിലെ കാടോ നാടോ എന്ന് വ്യത്യാസമില്ല. അല്ലയോ വാനരരാജ, നീ ഇവിടെ ഇരുന്ന് ചെയ്ത ഏത് തെറ്റിന്റെയും ശിക്ഷ കൊടുക്കേണ്ടത് ആ ഭരതന്റെ ആ രാജസിംഹാസനത്തിന് ഞാൻ ചെയ്യേണ്ട കർത്തവ്യമാണ്. അതുകൊണ്ട് നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല, പരിചയവുമില്ല എന്ന് നീ പറഞ്ഞെങ്കിൽ നമുക്ക് അറിയാം. ഇന്ന് ശിക്ഷ വിധിപ്പിക്കുന്ന ഒരു കോടതിയിൽ ചെല്ലുമ്പോൾ ജഡ്ജിയും ശിക്ഷ നേടേണ്ട ആളും തമ്മിൽ യാതൊരു പരിചയവും വേണമെന്നില്ല. ഒരിക്കലും ഒരു പരിചയമുള്ളവരായിരിക്കണമെന്നുമില്ല. അതിനനുസരിച്ചുള്ള ശിക്ഷ കൊടുക്കും. അതുകൊണ്ട് വാലി, നമ്മൾ തമ്മിൽ പരിചയമൊന്നും വേണ്ട നിന്നെ ഏത് വീഴ്ത്താൻ. പിന്നീട് പറയും, അഗ്നിസാക്ഷിയായിട്ട് ഞാൻ സുഗ്രീവനോട് സഖ്യം ചെയ്തു. എന്തായിരുന്നു സഖ്യം? അല്ലയോ സുഗ്രീവ, അങ്ങയുടെ എല്ലാ വസ്തുക്കളും ഇന്നു മുതൽ എന്റെയും, എൻ്റെ എല്ലാ വസ്തുക്കളും അങ്ങയുടേതുമാണ്, സുഖ ദുഃഖങ്ങൾ ഉൾപ്പെടെ. അതുകൊണ്ട് തന്നെ സുഗ്രീവനിൽ നിന്നും ലഭിച്ച, സുഗ്രീവൻ അർഹതപ്പെട്ട മണ്ണും അതോടൊപ്പം തന്നെ സ്വർണവും സുഗ്രീവന്റെ ഭാര്യയും ഇങ്ങനെയുള്ള എല്ലാത്തിനെയും തന്റെ കൈകളിൽ അടക്കി വെച്ചുകൊണ്ട് സുഗ്രീവനെ മാത്രം ഏകവസ്ത്രധാരിയായിട്ട് പറഞ്ഞു വിട്ട ആളാണ് വാലി. അതുകൊണ്ട് എൻ്റെ മിത്രത്തിനുണ്ടാകുന്ന എല്ലാ ആപത്തും അത് എൻ്റെ ആപത്ത് തന്നെയാണ്. അപ്പൊ എന്നിൽ നിന്നും അപഹരിച്ചതിന് തത്തുല്യമാണ്. അതുകൊണ്ട് നിന്നെ ഞാൻ ഏത് വീഴ്ത്തി? രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞു. പിന്നീട് പറഞ്ഞു, മൂന്നാമത് പറഞ്ഞ കാര്യത്തിന്റെ ഉത്തരം പറഞ്ഞു. രുമ എന്നറിയപ്പെടുന്ന സുഗ്രീവന്റെ പത്നി ബാലിയാകുന്ന
ആ വാലിയുടെ അനുജന്റെ പത്നി സ്വന്തം മരുമകൾക്ക് തുല്യമാണ്. ആ രുമയെ നീ എന്റെ പത്നി, സ്വന്തം പത്നിയായിട്ട് വരിച്ചു. അത് ചെയ്യുന്ന വലിയൊരു തെറ്റാണ്. മാത്രമല്ല, തൻ്റെ കാലുകളിൽ വീണ സുഗ്രീവൻ ഒരബദ്ധം കൊണ്ടാണ്, അല്ലെങ്കിൽ തിരിച്ചറിയാതെയാണ്, നമ്മൾ കഥ പറഞ്ഞതാണ്, ആ അസുരന്റെ പിടിയിൽപ്പെട്ട് ഗുഹാദ്വാരത്തില് രക്തം കണ്ടപ്പോ വാലിയാണ് മരിച്ചത് എന്ന് വിചാരിച്ച് ദുഃഖത്തോടു കൂടി എത്തിച്ചേർന്നതാണ് സുഗ്രീവൻ. പിന്നീട് മന്ത്രിമാരെല്ലാം രാജാവ് ആകണമെന്ന് നിർബന്ധിച്ചിട്ട് രാജാവായതാ. പക്ഷേ ബാലി തിരിച്ചു വന്നപ്പോ എല്ലാം കൊടുത്തു, കാലുകളിൽ വീണ് ക്ഷമ പറഞ്ഞപ്പോ അതിനെ സ്വീകരിക്കാൻ തയ്യാറായില്ല. ഒരു രാജാവിന്റെ ധർമ്മം തന്റെ കാലുകളിൽ വീഴുന്ന, ശരണാഗതി അടയുന്ന ആളെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ എന്താണ് ചെയ്തത്? ഈ ലോകങ്ങൾ മുഴുവൻ ഇട്ട് ഓടിച്ച് പറ്റാവുന്ന രീതിയിലൊക്കെ ഉപദ്രവിച്ചു. അവസാനം ഋഷ്യമൂകാചലത്തില് മാത്രം ഇരുന്നു കൊണ്ട് അവിടെ തന്റെ ജീവനെ രക്ഷപ്പെടുത്തി സുഗ്രീവൻ. പിന്നീട് പറഞ്ഞു, മൃഗത്തെ വീഴ്ത്താൻ ആരും മൃഗത്തിന് നേരെ നിന്നല്ല എഴുതി വീഴ്ത്തുക. ഇപ്പൊ നായാട്ടിന് പോകുമ്പോ, ഇപ്പൊ നമ്മളുടെ നാട്ടിലാണെങ്കിലും ഒക്കെ വാർത്തകളിൽ എന്ത് കേൾക്കാറുണ്ട്, ഇടയ്ക്ക് ആന ഇടഞ്ഞ് നാട്ടിലേക്ക് ഇറങ്ങി വരും. ആനയ്ക്ക് നേരെ നിന്നല്ല അതിനെ വെടിയുയർത്തുക. അതിനെന്താ, മറഞ്ഞിരുന്നാണ് ഏത് മൃഗത്തെയും എഴുതി വീഴ്ത്തുക. അതുകൊണ്ട് തന്നെ യാതൊരു തെറ്റും ഞാൻ ചെയ്ത ഈ ഒരു കർമ്മത്തിലില്ല. മാത്രമല്ല, നീ ചെയ്ത തെറ്റ് അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. രാവണനായിട്ട് ചെയ്ത ഒരു സന്ധിയുണ്ട്. ആ രാവണനായിട്ട് ചെയ്ത സന്ധി ഇതാണ്: രാവണ, നീ നിന്റെ ലോകത്ത് തെറ്റുകളൊക്കെ ചെയ്തു വന്നോളൂ, ഞാൻ നിന്റെ കാര്യത്തിൽ ഇടപെടുന്നില്ല. അതുപോലെ എന്റെ രാജ്യത്തില് ഞാൻ ചെയ്യുന്ന തെറ്റുകളെ നീയും ഇടപെടരുത് എന്ന അവര് തമ്മിലുള്ള ഒരു സഖ്യം അവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് സ്വയമേവ വാലി പറഞ്ഞതാണ്, ഞാൻ തെറ്റുകാരനാണ് എന്ന് ഇവിടെ സമ്മതിച്ചതാ. അപ്പൊ ആ തെറ്റിനുള്ള ശിക്ഷ കൊടുക്കണം എന്റെ പൂർവജനായ മാന്ധാതാവ്. ഇതുപോലെ തന്നെ തെറ്റ് ചെയ്ത ഒരു ബ്രഹ്മജ്ഞാനിയായ ഒരാളെ തെറ്റ് ചെയ്തതിന്റെ പേരിൽ ദണ്ഡനം ചെയ്തു, അല്ലെങ്കിൽ അതിന് ശിക്ഷ വിധിച്ചു. അതിന് പാപത്തിന് പ്രായശ്ചിത്തം ചെയ്ത് അതിനെ മാറ്റിയെടുത്തയാളാണ് എന്റെ പൂർവജനായിരിക്കുന്ന മാന്ധാതാവ്. അതുകൊണ്ട് അല്ലയോ വാലി, നിന്നെ വധിച്ചതില് എനിക്ക് യാതൊരു കുറ്റബോധവുമില്ല. പിന്നീട് പറഞ്ഞു, നീ രാജാവാണ്, അതുകൊണ്ട് തന്നെ മറഞ്ഞിരുന്ന് അല്ലെങ്കിൽ കൊന്നത് കൊണ്ട് പാപം വരുമെന്ന്. പക്ഷേ ഭരതൻ ഭരിക്കുന്ന ഈ രാജ്യം, അത് നാട് കാട് ഇങ്ങനെ വ്യത്യാസമൊന്നുമില്ല. ആ ഭരതന്റെ രാജ്യത്തിന്റെ സാമന്തനായിട്ട് ഇരിക്കുന്ന ആളാണ് നീ. അതുകൊണ്ട് തന്നെ നീ തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ ശിക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഭരതന്റെ ദാസനായിട്ട് നിന്നുകൊണ്ട് ഈ രാമൻ നിർവഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്തതിൽ എനിക്ക് യാതൊരു നരക ശിക്ഷയും ലഭിക്കുന്നതല്ല എന്ന് അവിടെ പറയും. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോ അവിടെ രണ്ട് കൈകളും കൂപ്പി വാലി അവിടെ ഭഗവാനോട് പറയും, വിദ്യന്തി വിമുഖാംശാപി ജ്ഞാത ദോഷോ അത്ര വിദ്യതേ അയുധ്യൻ പ്രയുധ്യൻ വാ യസ്മശാഖാ മൃഗോഹ്യസി ധർമ്മഗോ വിതരായ. അങ്ങനെയുള്ള വളരെ മനോഹരമായ ഒരു ശ്ലോകത്തില് അവിടെ വാലി തന്നെ പറയും, അല്ലയോ ശ്രീരാമചന്ദ്ര, എന്നെ എഴുതി വീഴ്ത്തതില് അങ്ങ് ധർമ്മപരാക്രമനായിരിക്കുന്ന അങ്ങ് ധർമ്മം തന്നെയാണ് പ്രവർത്തിച്ചത് എന്ന് വാലി രാമായണത്തിൽ പറഞ്ഞു വെച്ചു. പക്ഷെ നമ്മൾക്കാണ് ഇപ്പോഴും എന്ത് ചർച്ച? വാലിയെ എഴുതി വീഴ്ത്തിയത് ശരിയാണോ അല്ലയോ എന്ന് നമ്മൾ തർക്കിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ വാൽമീകി അത് സൂചിപ്പിച്ചെന്ന് വേദ കൊണ്ട വാൽമീകി രാമായണത്തിൽ എഴുതി വെച്ചിരിക്കുന്ന വാലിക്ക് തന്റെ തെറ്റിനെ മനസ്സിലായി, രാമൻ ചെയ്തതിൽ യാതൊരു തെറ്റുമില്ല എന്ന് ബോധ്യപ്പെട്ടു. അങ്ങനെ വാലി വീണത് കേട്ട് താര അംഗദനോടുകൂടി കണ്ണുനീരാല അവിടെ എത്തിച്ചേരുന്നു. പ്രാണൻ ശരീരത്തിൽ നിന്ന് പോകുന്നില്ല. ആ വേദന അനുഭവിക്കുന്ന സമയത്ത് അവിടെ മന്ത്രിയായിരിക്കുന്ന നീലൻ വന്ന് ആ അസ്ത്രത്തെ ഊരുന്നു. ആ സമയത്ത് വാലിയുടെ ശരീരത്തിൽ നിന്നും വലിയ 6 പൊട്ടിപ്പുറപ്പെടുന്നത് പോലെ രക്തപ്രവാഹം അവിടെ മുഴുവൻ ഉണ്ടായി എന്നാണ്. അവസാനം പറഞ്ഞു, എന്റെ പുത്രൻ, ഞാൻ വാത്സല്യത്തോടെ വളർത്തിയ എന്റെ പുത്രനാണ് അംഗദൻ. അവന് ഒരു പക്ഷേ എന്റെ വിടവാങ്ങല്, എന്റെ ഈ ശരീരം വിടവാങ്ങുന്നത് അവന് താങ്ങാൻ സാധിക്കില്ല. അതുകൊണ്ട് രാമ, എന്റെ അനുജൻ, എന്റെ മകനെ സ്വന്തം അനുജനായിട്ട്, ഭരത ശത്രുഘ്നന്മാർക്ക് തത്തുല്യമായിട്ട് എന്റെ അനുജനെ അല്ലെങ്കിൽ എന്റെ മകനെ അംഗദനെ അങ്ങ് അനുജനായിട്ട് കണക്കാക്കണം, കൊണ്ടു നടക്കണം എന്ന് പറഞ്ഞു. രാമൻ അതിനെ സ്വീകരിക്കുന്നു. പിന്നീട് ബാലിയുടെ
പത്നിയായ താരയ്ക്ക് ഭഗവാൻ കൊടുക്കുന്ന ഉപദേശങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഉപദേശങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നീട് രാമൻ നേരെ ലക്ഷ്മണനോടും അതോടൊപ്പം തന്നെ ഹനുമാനോടും പറയപ്പെടുന്നു, ഇനി ആ വാലിയുടെ ശരീരം ദഹിപ്പിക്കേണ്ട കാര്യങ്ങളെ പറഞ്ഞു കൊടുത്തു. ഞാൻ രാജ്യത്തിൽ ഇരിക്കുന്നില്ല, ആ മാല്യവാൻ എന്നറിയപ്പെടുന്ന ആ പർവ്വതത്തിലേക്ക് പോയിക്കൊണ്ട് അവിടെ 4 മാസം അവിടെ സുഗ്രീവനെ അഭിഷേകം ചെയ്യുന്നതിന് മുമ്പ് സുഗ്രീവനോട് പറഞ്ഞു, എന്നെ പോലെ നീയും നിന്റെ പത്നിയുമായിട്ട് വേർപിരിഞ്ഞ കുറെ കാലമായിട്ട് കഴിയുന്നു, അതുകൊണ്ട് കുറച്ചു കാലം നീ നിന്റെ പത്നിയോട് കൂടി ജീവിച്ചോളൂ. ഒരു 4 മാസം ചാതുർമാസ്യം മഴക്കാലം, അത് മാറിയതിനു ശേഷം സഖ്യം ചെയ്തതനുസരിച്ച് എനിക്ക് വേണ്ട സഹായങ്ങൾ നീ ചെയ്തു തരിക. അങ്ങനെ ഭഗവാൻ പറഞ്ഞ് നേരെ ആ മാല്യവാൻ എന്നറിയപ്പെടുന്ന ആ വളരെ വിശേഷപ്പെട്ട ആ പർവ്വത നിരയിലേക്ക് ഭഗവാൻ പോയി അവിടെ ചാതുർമാസ്യം അനുഷ്ഠിച്ചു എന്നാണ്. പിന്നീട് ലക്ഷ്മണൻ ഹനുമാനോടൊക്കെ ചേർന്ന് സുഗ്രീവന് രാജ്യാഭിഷേകം ചെയ്തു. ലക്ഷ്മണൻ തിരികെ നേരെ രാമന്റെ സന്നിധിയിൽ എത്തിച്ചേർന്നു. അവിടെ രാജ്യമൊക്കെ കിട്ടി. തനിക്ക് നഷ്ടപ്പെട്ടതിനെയൊക്കെ നേടിയെടുത്ത സുഗ്രീവൻ കുറെ കാലം ആ മഴക്കാലമൊക്കെ തൻ്റെ പത്നിയോടും ആ രാജസുഖങ്ങളും അനുഭവിച്ച് കാത്തിരുന്നു എന്നാണ്. അപ്പൊ അതിൻ്റെ ഇടയിലാണ് ഒരിക്കല് അവിടെ ഹനുമാൻ തന്നെ വന്ന് പറഞ്ഞു, നമ്മൾ സഹായം ചെയ്തതിനെ ഒരിക്കലും മറക്കരുത്, ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോഴാണ് മനസ്സിലാകുന്നത് ശരിയാണല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ 4 ദിക്കിലേക്കും പറഞ്ഞു വിട്ട് നീലനാകുന്ന മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് എല്ലാ വാനരന്മാരും ഇവിടെ എത്തിച്ചേരാനുള്ള കൽപ്പനയൊക്കെ പുറപ്പെടുവിക്കുന്നു. ഏകദേശം 4 മാസം പൂർത്തിയായ സമയത്ത് രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, ഒരു റിമൈൻഡർ കൊടുക്കണം, സമയമായി. അങ്ങനെ നേരെ ലക്ഷ്മണൻ രാമന്റെ സന്ദേശവുമായിട്ട് കിഷ്കിന്ധയിലേക്ക് പുറപ്പെടുന്നു. ലക്ഷ്മണന്റെ ഭാവം കണ്ടപ്പോൾ തന്നെ അവിടെയുള്ള വാനരന്മാരൊക്കെ പേടിച്ചു. അതൊക്കെ രാമായണത്തിൽ, വാൽമീകി രാമായണത്തിൽ എഴുതിയിട്ടുണ്ട്. അത് തന്നെ എഴുത്തച്ഛനും എഴുതിയിട്ടുണ്ട്. അത്തരത്തില് അവരൊക്കെ ഭയപ്പെട്ടോടുകൂടി ഇരിക്കുമ്പോൾ ലക്ഷ്മണന്റെ കോപത്തെ മാറ്റാനായിട്ട് താരയാണ് ആദ്യം പറഞ്ഞയക്കുന്നത്. താര വന്ന് കാണുമ്പോൾ തന്നെ ലക്ഷ്മണൻ തന്റെ ശിരസ് കുനിക്കും, ആ ദേഷ്യത്തെ ഒന്ന് തണുപ്പിച്ച്. പിന്നീട് ഹനുമാനും ചെന്ന് നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് കൂടെ നിർത്തിക്കൊണ്ട് ഓരോ ചെയ്ത കാര്യങ്ങളെ പറഞ്ഞു. ഇത്രയും കവിവരന്മാർ ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്, ഇനി കാലവിളംബര ഒട്ടുമില്ല. എല്ലാവരും കൂടി തന്നെ ആ രാമപാദങ്ങളെ ചെന്ന് കാണാനായിട്ട് പുറപ്പെടുന്നു. അവിടെ ചെന്ന് രാമന്റെ മുന്നിൽ ആ വൻപടയായിരിക്കുന്ന വാനര സേനയെ മുൻനിർത്തി ഈ പട മുഴുവൻ അങ്ങയുടെ ആജ്ഞ കിട്ടാനായിട്ട് കാത്തിരിക്കുകയാണ്, എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഓരോരുത്തരെയുമായിട്ട് അവിടെ പറഞ്ഞുവിടുന്നു. വളരെ വിശേഷപ്പെട്ട ഓരോരോ ദിക്കിലേക്കും ഓരോ വാനരന്മാരെ ഏൽപ്പിക്കുന്നു. വിനതൻ എന്നറിയപ്പെടുന്ന വാനരന്റെ നേതൃത്വത്തിൽ കിഴക്ക് ദിക്കിലേക്ക് ഇത്ര ലക്ഷം വാനരന്മാർ പുറപ്പെടട്ടെ. തെക്ക് ദിക്കിലേക്ക് ജാമ്പവാനും ഹനുമാനും അതോടൊപ്പം നീലനും നളനും മൈന്ദനും ഇങ്ങനെ അറിയപ്പെടുന്ന വീരന്മാരായിരിക്കുന്ന വാനരന്മാർ പുറപ്പെടട്ടെ. അതോടൊപ്പം തന്നെ താരയുടെ അച്ഛനായിരിക്കുന്ന സുഷേണൻ പടിഞ്ഞാറ് ദിക്കിലേക്ക് പോകട്ടെ. വടക്ക് ദിക്കിലേക്ക് ശതബലി എന്നറിയപ്പെടുന്ന വാനരന്റെ നേതൃത്വത്തിൽ പോകട്ടെ എന്ന്. ഈ വാൽമീകി രാമായണത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഒരു സന്ദർഭത്തിൽ ഓരോരോ രാജ്യങ്ങളുടെയും അതിർത്തിയും അവിടെ കാണുന്ന ലാൻഡ്മാർക്കും ഒക്കെ വളരെ വിസ്തരിച്ച് ഇത്രയും വർഷം മുമ്പ് എഴുതിയേക്കണ വാൽമീകി രാമായണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. രാമൻ പോലും അത്ഭുതപ്പെട്ട് ചോദിക്കുന്നു, അല്ലയോ സുഗ്രീവ, നിനക്കിതെങ്ങനെ അറിയാം? ഇത്രയും അതിർത്തികളും രാജ്യങ്ങളെയും ഒക്കെ നിനക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഈ ഭാഗത്തേക്കൂടെ ഒക്കെ ഞാൻ ഓടി നടന്നതാ ഈ വാലിയുടെ തല്ലുകൊണ്ട്. അങ്ങനെ ഒരേ ഒരു സ്ഥലമാണ് രക്ഷയ്ക്കായിട്ട് ഋഷ്യമൂകാചലത്തിൽ വന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തേക്കൂടെയും ഓടി നടന്നത് കൊണ്ട് എനിക്ക് എല്ലാ സ്ഥലങ്ങളും നല്ലതുപോലെ അറിയാം. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ നിർദ്ദേശത്തെ തുടർന്ന് ഓരോരോ വാനരന്മാര് അവർക്കൊക്കെ നിർദ്ദേശം കൊടുത്തു, 1 മാസത്തിനകം തിരിച്ചു വരണം. അങ്ങനെ 3 ദിക്കിലേക്കും പോയവര് 1 മാസം കഴിഞ്ഞു സീതയെ കണ്ടുകിട്ടാതെ തിരിച്ചെത്തി. തെക്ക് ദിക്കിലേക്ക് പോയവരാണ് പിന്നീട് അവര് ലക്ഷ്യം കാണാതെ കുറെ കാലം കഴിഞ്ഞു, 1 മാസത്തിന് അടുത്ത് സമയമായി. പിന്നീടാണ് അവര് വിന്ധ്യപർവ്വതത്തെ കടന്ന് ചെല്ലുമ്പോ അവര് ഒരു സമുദ്ര തീരം കാണുമെന്നാണ്. എപ്പോഴും ഈ രാമായണത്തെക്കുറിച്ച് ചർച്ച വരുമ്പോൾ ഒരു സംശയം വരുന്ന, ചരിത്രകാരന്മാർക്ക് സംശയം വരുന്ന ഒരു ഭാഗം അതാണ്. വിന്ധ്യാപർവ്വതം അത് മഹാരാഷ്ട്രയുടെ ആ ഭാഗത്താണ്. അപ്പൊ വിന്ധ്യാപർവ്വതം കടന്ന് തെക്ക് ദിക്കിലേക്ക് പുറപ്പെട്ട അവര്
അവിടെ ചെല്ലുമ്പോഴാണ് വലിയൊരു ഗുഹാധാരം, അതിന് സ്വയംപ്രഭയുടെ ഗുഹയിൽ നിന്നൊക്കെ പുറത്തു വരുന്ന സന്ദർഭമൊക്കെ പറഞ്ഞു. പിന്നീട് ഈ വലിയ കടലിന്റെ തീരത്ത് ഇരിക്കുമ്പോഴാണ് ഇനി ഒന്നും കാണാൻ വയ്യാതെ കടല് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി അവിടെ പ്രായോപവേശം, ഇനി തിരിച്ചു ചെന്നിട്ടും കാര്യമില്ല, അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ ഇരുന്ന് പ്രായോപവേശം അനുഷ്ഠിച്ച് മരണം വരിക്കാം എന്ന് തീരുമാനിച്ചുകൊണ്ട് ദർഭ വിരിച്ചെല്ലാവരും കിടക്കുമ്പോഴാണ് വളരെ പ്രായം ചെന്ന ആ പക്ഷിശ്രേഷ്ഠനായിരിക്കുന്ന സമ്പാദി അവിടെ വരുന്നത്. സമ്പാദി വരുന്ന തനിക്ക് ആഹാരം കിട്ടാൻ ആഹാരമൊക്കെ കൊണ്ടു കൊടുക്കുന്നത് സുപാർശ്വൻ എന്നറിയപ്പെടുന്ന തൻ്റെ പുത്രനാണ്. അപ്പൊ ഇങ്ങനെ പക്ഷങ്ങളില്ലാതെ ചിറകുകളില്ലാതെ ഇരുന്ന സമ്പാദി തൻ്റെ മുന്നിൽ ഭക്ഷണമായിട്ട് ഈശ്വരൻ തന്നെ ഇത്രയേറെ ആളുകളെ വാനരന്മാരെ കൊണ്ടു തന്നിട്ടുണ്ടല്ലോ എന്ന സന്തോഷത്തോടു കൂടി അവിടെ എത്തിച്ചേരുമ്പോഴാണ് അവർ തമ്മിലുള്ള സംസാരം കേൾക്കുന്നത്. ആ ജനക മഹാരാജാവ് ദശരഥനാകുന്ന രാജാവിന്റെ ആ വരം കൊടുത്തത് കൊണ്ടാണല്ലോ, 2 വരം കൊടുത്തത് കൊണ്ടാണല്ലോ അവിടെ ജടായുവിന് പോലും തൻ്റെ ശരീരം ഈ ഒരു സീതാരാമന് വേണ്ടിയിട്ട്, രാമന്റെ ലക്ഷ്യത്തിന് വേണ്ടി ആദ്യ ബലി നൽകേണ്ടി വന്നത് ജടായുവിനായിരുന്നല്ലോ എന്ന് വാനരന്മാര് പരസ്പരം പറയുന്നു. അതുപോലെ നമ്മളുടെ ശരീരം എവിടെ ത്യജിക്കുന്നു എന്ന് പറയുന്നത് കേട്ടാണ് ജടായു എന്ന വാക്ക് കാലങ്ങൾക്ക് ശേഷം കേട്ട നിമിഷം അവിടെ വിസ്തരിച്ചത് പറയും. അപ്പോൾ ഹനുമാനാണ് അവിടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. അത് കേട്ട നിമിഷം തന്നെ കണ്ണുനീര് പൊഴിച്ചു. അതിനുശേഷം സമ്പാദി പറഞ്ഞു, എൻ്റെ അനുജനാണ് ആ ജടായുവിനെ രാവണനാണ് നിഗ്രഹിച്ചതെന്നൊക്കെ അറിഞ്ഞു. അതിനുശേഷം ജടായുവിന് വേണ്ട ഉദകക്രിയ നടത്തണം, നിങ്ങൾക്കുള്ള സഹായം ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞ് അവിടെ ജടായുവിന്റെ ഉദകക്രിയകൾ ജ്യേഷ്ഠനായിരിക്കുന്ന സമ്പാദി നിർവഹിക്കുകയും തിരിച്ച് എത്തിച്ചേർന്നപ്പോൾ പറഞ്ഞു, എൻ്റെ പുത്രനായി സുപാർശൻ ആഹാരം തേടി കൊണ്ട് എൻ്റെ അടുത്ത് വരും. ഒരിക്കൽ വന്ന സമയത്ത് പറഞ്ഞു, ഒരു രാക്ഷസൻ ഒരു സ്ത്രീയെ അപഹരിച്ചു കൊണ്ടുപോയി, തെക്ക് ദിക്കിലേക്കാണ് പോയത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ തെക്ക് ദിക്കില് തന്നെ അവിടെ ശിംശിവ എന്നറിയപ്പെടുന്ന വൃക്ഷത്തിന്റെ ചുവട്ടില് അശോകവനിയില് അവിടെ സീത എന്നറിയപ്പെടുന്ന രാമപത്നി അവിടെ ഉണ്ട് എന്ന സമ്പാദി അറിയിക്കുന്നു. തുടർന്ന് ആ കവിവരന്മാരെല്ലാവരും തന്നെ വളരെ വേഗത്തിൽ അവിടെ നിന്നും തെക്ക് ദിക്കിന്റെ എവിടെയാണ് എന്ന് പറഞ്ഞത് വിസ്തരിച്ച് വാൽമീകി രാമായണം പറഞ്ഞു. അതാണ് ഈ നമ്മളുടെ തമിഴ്നാടിന് തിരുനെൽവേലിക്കപ്പുറം തിരുങ്കുറുങ്കൊടി എന്നറിയപ്പെടുന്ന ആ സ്ഥാനത്ത് അവിടെ മഹേന്ദ്ര പർവ്വതത്തിന്റെ സമീപത്ത് ആ കടൽ തീരത്ത് വരുന്നത്. ഈ സമ്പാദിയായിട്ടുള്ള ആ ഒരു കാര്യം ചരിത്രകാരന്മാർ പറയുന്നത് വിന്ധ്യാപർവ്വതം കടന്ന് മഹാരാഷ്ട്രയുടെ അപ്പുറമുള്ള പടിഞ്ഞാറൻ തീരത്തായിരുന്നു. പിന്നീടാണ് ഈ സമ്പാദിയിൽ നിന്നും അറിഞ്ഞതിന് ശേഷം നേരെ ഇപ്രദേശത്തേക്ക് കർണാടക കടന്ന് തമിഴ്നാടിന്റെ തീരത്ത് എത്തിച്ചേർന്നത്. അതുകൊണ്ട് തന്നെയാണ് ലങ്ക ചിലപ്പോൾ അവിടെ ആയിരുന്നു എന്നൊക്കെ ചരിത്രകാരന്മാര് ഇതിനെ ഈ ഒരു ഭാഗത്തെ മാത്രം എടുത്തുകൊണ്ടാണ് പറയപ്പെടുന്നത്. പക്ഷെ വാൽമീകി രാമായണം ഈ 2 സന്ദർഭത്തിലും എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ നേരെ ഈ മഹേന്ദ്ര പർവ്വതത്തിന്റെ സമീപത്ത് എത്തിച്ചേർന്നുകൊണ്ട് ഇനി എങ്ങനെയാണ് ഈ സമുദ്രത്തെ തരണം ചെയ്യേണ്ടത് എന്ന് കവികൾ തമ്മിൽ പരസ്പരം ചർച്ച ചെയ്യുന്നു. 10, 20, 30, 40 ഇങ്ങനെ ഓരോരുത്തർ ചർച്ച ചെയ്യുന്ന അവസരത്തിലെ മിണ്ടാതെ ഏകനായിട്ടിരിക്കുന്ന ആ ഹനുമാനെ കണ്ട് ജാമ്പവാൻ ചോദിക്കുന്നു, എന്താണ് മൗനമായിട്ടിരിക്കുന്നത്? അങ്ങ് ആരാണെന്ന് അങ്ങ് സ്വയം മറന്നുപോയോ? പണ്ട് പുഞ്ചികസ്ഥല എന്നറിയപ്പെടുന്ന ഒരു അപ്സരസ് അവിടെ വായുദേവനായിട്ട് വളരെ സ്നേഹത്തോടു കൂടി അവർ തമ്മിലുള്ള കാമക്രീഡകളൊക്കെ നടക്കുന്ന അവസരത്തിൽ വാനരന്മാരെ പോലെ പെരുമാറുന്നത് കണ്ടപ്പോൾ ഒരു ഋഷിവര്യൻ ശാപം കൊടുത്തു അപ്സരസായ പുഞ്ചികസ്ഥലയ്ക്ക്, ഒരു വാനര സ്ത്രീയായിട്ട് മാറട്ടെ. കുഞ്ചരൻ എന്നറിയപ്പെടുന്ന ഒരു വാനരേന്ദ്രന്റെ പുത്രിയായിട്ട് മാറി കേസരി എന്നറിയപ്പെടുന്ന ആളെ വിവാഹവും കഴിച്ചു. പിന്നീട് ഈ അഞ്ജനാദേവി ഒരിക്കല് തൻ്റെ ആ ഒരു പർവ്വതത്തിന്റെ സമീപത്ത് നിൽക്കുന്ന സമയത്ത് സാക്ഷാൽ വായു അവിടെ എത്തിച്ചേർന്നതാണ്. വായുദേവൻ ആ അഞ്ജനയുടെ ശരീരത്തിന്റെ ആ വസ്ത്രങ്ങളെയൊക്കെ തൻ്റെ കാറ്റിന്റെ ശക്തി ഉപയോഗിച്ച് മാറ്റുന്നതും അവിടെ അഞ്ജനാദേവി പറയപ്പെടുന്നു. ഏക ഭക്തിവ്രതനായിരിക്കുന്ന അല്ലെങ്കിൽ ഒരേ ഒരു ഭർത്താവുള്ള എന്നെ ഈ തരത്തിൽ അപമാനിക്കരുത് എന്നൊക്കെ പറയുന്ന സന്ദർഭത്തിൽ പറയും, ലോകകാര്യം നടക്കാനായിട്ട് ഏറ്റവും ശക്തിമത്തായുള്ള ഒരു പുത്രൻ എന്നിൽ നിന്നും ദേവിക്ക് ലഭിക്കും. അഞ്ജനാദേവി ശിവഭക്തയുമായിരുന്നു.
വാൽമീകി രാമായണത്തില് സൂചിപ്പിക്കുന്നത് സൂര്യാനനൻ എന്നറിയപ്പെടുന്ന വാനരനാണ് ശിവാംശമായിട്ട് ഈ വാനരന്മാരുടെ കൂടെ ഉണ്ടായിരുന്നതെന്നാണ്. വായുപുത്രനാണ് ഹനുമാൻ. അങ്ങനെ ഇവിടെ ആ ദേവിയിൽ അഞ്ജനയില് ആ വായുവിന്റെ അംശത്തില് പിറക്കുന്നു. പിറന്ന സമയം തന്നെ പിന്നീട് കുട്ടിക്കാലത്ത് തന്നെ ഒരു പഴം എന്ന് തോന്നുന്ന രീതിയിൽ സൂര്യൻ ഉദിച്ചു വരുന്നത് കണ്ടപ്പോൾ അതിനെ ഭക്ഷിക്കാൻ എടുത്തു ചാടിയതും ദേവേന്ദ്രൻ രക്ഷയ്ക്കായിട്ട് ചെന്ന് വജ്രം കൊണ്ട് ഹനുവിലേക്ക് മുറിവേൽപ്പിച്ചു. ഭൂമിയിലേക്ക് താഴ്ന്നു വീണുന്ന സമയത്ത് വായു അതിനെ എടുത്ത് മറച്ചു കളഞ്ഞു. ആ സമയത്ത് ദേവന്മാരെല്ലാവരും കൂടി എത്തിച്ചേർന്നുകൊണ്ട് വായുപുത്രന് എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളെ കൊടുത്തു. അങ്ങനെ ലോകത്തിന് മുഴുവൻ അന്ന് അത്രയേറെ യോജന ചാടിയ അങ്ങക്കാണോ ഈ 100 യോജന താണ്ടാൻ വിഷമം എന്ന് ചോദിക്കുമ്പോഴാണ് തന്റെ ശക്തിയെ തിരിച്ചറിയുന്നത്. ഹനുമാൻ മഹേന്ദ്രഗിരിയിലേക്ക് വന്നു ചേർന്നുകൊണ്ട്, നമ്മൾ മധ്യാഹ്നത്തിൽ അവിടെയാണ് നിർത്തിയത്, മഹേന്ദ്രഗിരി പർവ്വതത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ട് തൻ്റെ അതിശക്തമായിരിക്കുന്ന ആ ശക്തിയെ തിരിച്ചറിഞ്ഞ് വലിയ ആ ഒരു വെല്ലുവിളിയോടുകൂടി ഇപ്പോൾ തന്നെ ലങ്കയെ ഭസ്മമാക്കി സീതാദേവിയെ കൊണ്ടുവരും. മാത്രമല്ല ഭഗവാൻ ആ അടയാളമായിട്ട് തൻ്റെ മോതിരത്തെ ഹനുമാന് കൊടുത്തിരുന്നു. അതെന്തുകൊണ്ട് കൊടുത്തിരുന്നു, പിന്നീട് ഹനുമാന് യാത്രാമധ്യത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് നമുക്ക് ദീപാരാധനയ്ക്ക് ശേഷം, ക്ഷേത്രത്തിലെ ദീപാരാധനയ്ക്ക് ശേഷം കുറച്ച് സമയം അനുസ്മരിക്കാം. അങ്ങനെയുള്ള ആ ഹനുമാന്റെ വളരെ വിശേഷപ്പെട്ട സുന്ദര കാണ്ഡമാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്തത്. അത് കേൾക്കുന്നത് തന്നെ വളരെ പുണ്യമാണ്. രാമായണം മുഴുവനും പാരായണം ചെയ്തതിൻ്റെ ആ ഒരു ഫലം സുന്ദരകാന്ഡം കേട്ടാൽ തന്നെ ഉണ്ടാകുമെന്നാണ്. എല്ലാവർക്കും ഭഗവാന്റെയും അതോടൊപ്പം തന്നെ അഞ്ജനാപുത്രനായിരിക്കുന്ന ബജ്രംഗബലിയായിരിക്കുന്ന ആ ഹനുമാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. ക്ഷേത്രത്തിലെ ദീപാരാധന സമയം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അഞ്ജനാനന്ദനം വീരം ജാനകീ ശോകനാശനം കവീശം അക്ഷഹന്താരം വന്ദേ ലങ്കാഭയങ്കരം. സുന്ദരേ സുന്ദരോ രാമ, സുന്ദരേ സുന്ദരീ കഥ, സുന്ദരേ സുന്ദരീ സീതാ, സുന്ദരേ സുന്ദരം വനം, സുന്ദരേ സുന്ദരേ കാവ്യം, സുന്ദരേ സുന്ദരേ കവി, സുന്ദരേ 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 സുന്ദരം മന്ത്രം, സുന്ദരേ കിം ന സുന്ദരം. സുന്ദരനായിരിക്കുന്ന ആ ഹനുമാന്റെ ചരിതം പറയുന്നതാണ് സുന്ദരകാന്ഡം. നമ്മൾ ആദ്യം സൂചിപ്പിച്ചിരുന്നു. രാമായണത്തിലെ 7 കാണ്ഡങ്ങളായിട്ടാണ് അതിനെ വാൽമീകി 24,000 ശ്ലോകങ്ങൾ രചിക്കപ്പെട്ടത്. ഓരോ ഗ്രന്ഥത്തിലും വ്യത്യാസപ്പെട്ടിരിക്കും. മഹാഭാരതത്തിലാണെങ്കിൽ 18 പർവ്വങ്ങളിലായിട്ടാണ് 1,25,000 ശ്ലോകങ്ങളെ ഉൾക്കൊള്ളിക്കുന്നത്. ഭാഗവതത്തിലാണെങ്കിൽ 12 സ്കന്ധങ്ങളിലായിട്ടാണ് 18,000 ശ്ലോകങ്ങളെ ഉൾക്കൊള്ളിക്കുന്നത്. ഇവിടെ 7 കാണ്ഡത്തിൽ, അതിൽ ബാലകാന്ഡം ഭഗവാന്റെ ജനനവും ലീലകളും അതോടൊപ്പം തന്നെ സീതാ സ്വയംവരം വരെയുള്ള ഭാഗങ്ങളെ ബാലകാന്ഡത്തില്, പിന്നീട് അയോധ്യയിൽ നടക്കുന്ന സംഭവവികാസങ്ങള് അയോധ്യാകാന്ഡം, പിന്നീട് ആരണ്യകാന്ഡം കാട്ടിലേക്ക് എത്തിച്ചേരുന്ന ഭഗവാന്റെ ആരണ്യകാന്ഡം, പിന്നീട് കിഷ്കിന്ധാകാന്ഡം. ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന കഥകളൊക്കെ ശരിക്കും എവിടെയാണ് നടക്കുന്നത്? ലങ്കയിലാണ് നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് പേര് പറയേണ്ടത്? ലങ്കാകാന്ഡം എന്നാണ് പറയേണ്ടത്. പിന്നീട് യുദ്ധം നടക്കുന്നത് കൊണ്ട് യുദ്ധകാന്ഡം, അതോടൊപ്പം തന്നെ പിന്നീട് ഉത്തരകാന്ഡം. പക്ഷെ ഇവിടെ സുന്ദരകാന്ഡം എന്ന് ഇതിന് പേര് വരാൻ എന്താണ് കാരണം? അതാണ് വ്യാഖ്യാതാവ് അവിടെ സൂചിപ്പിക്കുന്നത്. സാക്ഷാൽ ഹനുമാൻ എന്ന പേരെ നമുക്കറിയൂ. അഞ്ജനാനന്ദനൻ, മാരുതി, പവനൻ പുത്രനായിരിക്കുന്ന ഭഗവാൻ, ബജ്രംഗബലി, ഇങ്ങനെയൊക്കെ പേരുകൾ നമുക്ക് ധാരാളം അറിയാം. പക്ഷെ ഒരുപക്ഷെ നമുക്കറിയാൻ വയ്യാത്ത ഒരു കാര്യമായിരിക്കാം ഒരുപക്ഷെ ആർക്കെങ്കിലും. ഭഗവാന്റെ പേര് സുന്ദരൻ എന്നാണ് നാമം കൊടുത്തത്. അഞ്ജനാദേവി പ്രസവിച്ച ആ കുട്ടിക്ക് പേര് കൊടുത്തത് സുന്ദരൻ എന്നാണ്. അപ്പൊ ആ സുന്ദരന്റെ ലീലകളെ വർണ്ണിക്കുന്നതാണ് സുന്ദരകാന്ഡം. അതുകൊണ്ട് തന്നെ അവിടെ സൂചിപ്പിച്ചു, സുന്ദരിയായിരിക്കുന്ന സീത, സുന്ദരമായിരിക്കുന്ന ലങ്ക,
സുന്ദരനായിരിക്കുന്ന ആ കവിവരൻ സാക്ഷാൽ നമ്മളുടെ ഒക്കെ പ്രതീകങ്ങളാണിതെന്ന, ജീവാത്മാവിനെ പരമാത്മാവിലേക്ക് എത്തിക്കുന്ന ആ ഒരു കർത്തവ്യം നിർവഹിക്കുന്നത് കൊണ്ടാണ് ഇത് സൗന്ദര്യവത്താകുന്നത്. ഇത് തന്നെയാണ് രുക്മിണി സ്വയംവരത്തിലും സംഭവിക്കുന്നത്. അതേ കാര്യം തന്നെയാണ് രാമായണത്തിലും നമ്മളിപ്പോൾ കേൾക്കുന്ന ആ ജീവാത്മാവാകുന്ന സീത രാവണൻ എന്നറിയപ്പെടുന്ന ആ ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെട്ട ആളിന്റെ അടുത്ത് തടവറയിൽ കഴിയുന്നു. നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണ്. ഈ ശരീരമാകുന്ന ഇന്ദ്രിയങ്ങൾക്ക് വശപ്പെട്ട് നിൽക്കുന്ന ഞാനും കേൾക്കുന്നവരും നമ്മളെല്ലാവരും തന്നെ അതിന് വിധേയരാണ്. അങ്ങനെയുള്ള ആ നമ്മളുടെ ഉള്ളിലെ ആ ജീവാത്മാവിനെ പരമപദമായിരിക്കുന്ന രാമാനിലേക്ക്, സാക്ഷാൽ സത്യമായിരിക്കുന്ന വസ്തുവിലേക്ക് എത്തിക്കാൻ ഒരു ഉത്തമനായിരിക്കുന്ന ഗുരുനാഥനാണ് അത് സാധിക്കൂ. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഹനുമാൻ എന്നറിയപ്പെടുന്ന സുന്ദരനായിരിക്കുന്ന ആ ഒരു കഥാപാത്രത്തെ നമ്മളുടെ മുമ്പിലേക്ക് വാൽമീകി മഹർഷി എത്തിക്കുന്നത്. ഹനുമാന്റെ ജനനമൊക്കെ പറഞ്ഞു. പിന്നീട് ഹനുമാൻ തൻ്റെ വാഗ്ധാരണി കൊണ്ട് രാമനെ കണ്ട നിമിഷം തന്നെ ഇന്നലെ നമ്മൾ അനുസ്മരിച്ചു. അങ്ങ് എവിടുന്നാണ് വരുന്നത്, എന്താണ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊന്നും ചോദിച്ചില്ല എന്നാണ്. നവവ്യാകരണ പണ്ഡിതനാണ് ഹനുമാൻ എന്നാണ്. നമ്മളിന്ന് പറഞ്ഞു, ഹനുമാൻ ഭഗവാനെ ദർശിക്കുന്ന സന്ദർഭത്തില് അവിടെ വാൽമീകിയുടെ ശ്ലോകം മധ്യാഹ്നത്തിൽ അത് പറഞ്ഞുകൊണ്ട് ആവർത്തിക്കുന്നില്ല. ഭഗവാന്റെ ശംഖചക്ര ഗദാപത്മധാരിയായ ചതുർഭുജധാരിയായിരിക്കുന്ന ഭഗവാനെയാണ് ഹനുമാൻ ആദ്യ ദർശനത്തില് ബോധ്യപ്പെട്ടതെന്ന്. നവവ്യാകരണ പണ്ഡിതനാണ്. ചെറുപ്പത്തില് സാക്ഷാൽ സൂര്യനെ ഭുജിക്കാനായിട്ട് അത്രയോളം ശക്തിയോടെ എടുത്തു ചാടിയ ആളാണ്. പവനപുത്രനാണ്. പക്ഷേ അവിടെ 18 ദിവസം കൊണ്ട് തന്നെ സൂര്യനാരായണനിൽ നിന്ന് വിദ്യകളെല്ലാം നേടി ഗുരുദക്ഷിണയായിട്ട് എന്ത് വേണമെന്ന് ചോദിച്ചപ്പോ എൻ്റെ അംശത്തിലുള്ള സുഗ്രീവന്റെ സജീവനായിട്ട് ഇരുന്നോള എന്ന നിർദ്ദേശത്തെ തുടർന്ന് ഗുരുദക്ഷിണയായിട്ട് സൂര്യനാരായണന് സമർപ്പിച്ചു തൻ്റെ ജീവിതം. സുഗ്രീവന്റെ സജീവനായിട്ട്, മന്ത്രിയായിട്ട്, പറയുന്നതനുസരിക്കൽ മാത്രം. പക്ഷെ നല്ല ബുദ്ധിമാനും അതോടൊപ്പം തന്നെ നല്ല കാര്യനിപുണതയും ഉണ്ട്. രാമൻ കണ്ടത് മുതൽ, ആദ്യ ഭാഷ്യം മുതൽ അത് മനസ്സിലായി. പിന്നീട് ഓരോ പ്രവൃത്തികളിലും അത് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ ആ വാനരന്മാരെ അന്വേഷണത്തിന് പറഞ്ഞു വിടുമ്പോൾ ശ്രീരാമചന്ദ്രൻ അടുത്ത് വിളിച്ച് ഹനുമാനാണ് തൻ്റെ ആ മോതിരത്തെ അടയാളവാക്കിനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. നീ ഹനുമാനാണ് കണ്ടെത്തുള്ളൂ എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഹനുമാനെ മാത്രം ഈ കാര്യം ഏൽപ്പിച്ചാൽ മതി, മറ്റു വാനരന്മാരെ ഒന്നും പറഞ്ഞു വിടേണ്ട കാര്യമില്ല. പക്ഷെ അതല്ല, ഹനുമാനിൽ നിന്നുമുള്ള ആ ഒരു ക്വാളിറ്റി കണ്ടു. എങ്ങനെയാണ് സീതയെ കണ്ടുപിടിക്കേണ്ടത്, എങ്ങനെ പെരുമാറണം എന്ന് ഹനുമാന് നല്ലതുപോലെ അറിയാം എന്ന് രാമന് ബോധ്യപ്പെട്ടു. മാത്രമല്ല, ആ കൂട്ടത്തിൽ ബ്രഹ്മചാരിയായിട്ടിരിക്കുന്ന ഒരേ ഒരാള് ഹനുമാനാണ്. അത് തന്നെ നമ്മൾ പറഞ്ഞു. അഗ്നിഹോത്രം ചെയ്ത രാമന്റെ കയ്യിലെ അരണിക്കട്ടയെ കണ്ടപ്പോ തന്നെ, അഗ്നിഹോത്രം ചെയ്തത് കൊണ്ട് തന്നെ ഭാര്യാസമേതൻ ഗൃഹസ്ഥാശ്രമിയാണെന്ന് ബോധ്യപ്പെട്ടു. എന്നാൽ കൂടെ സ്ത്രീ ഇല്ലാത്തത് കൊണ്ടും മുഖത്തെ വിഷാദഭാവം കൊണ്ടും ചേഷ്ടകളെ കൊണ്ടും അന്വേഷിച്ച് നടക്കുകയാണെന്ന് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ഈ തരത്തില് ഒരാളുടെയും ജീവിതത്തില് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അസുഖകരമായ ഒരു കാര്യവും ചോദിക്കാതെ മൃദുലമായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ആളാണ് ഹനുമാൻ. അതുകൊണ്ടാണ് വാൽമീകി ആദ്യ ശ്ലോകത്തിൽ തന്നെ ഹനുമാൻ രാമനെ കണ്ട് സംസാരിക്കുന്ന ആ ഒരു ഭാഗത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടെ പറയുന്നത്, ഇത്ര മനോഹരമായിട്ട് സംസാരിക്കുന്ന ഈ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ആളോട് മറുപടി പറയാൻ 1000 നാവുള്ള അനന്തനായിരിക്കുന്ന ലക്ഷ്മണനോട് തന്നെ അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോ അത്തരത്തില് ഹനുമാന്റെ ആ ബുദ്ധികൂർമ്മതയും ആ ശക്തിയും തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെയാണ് തൻ്റെ മോതിരം ഭഗവാൻ കൊടുക്കുന്നത്. അത് തൻ്റെ ശിരസിൽ തന്നെ എടുത്തു എന്നാണ്. മറ്റൊരു ഭാഗത്തല്ല ഹനുമാൻ സൂക്ഷിച്ചത്, തൻ്റെ ശിരസിൽ തന്നെ ആ മോതിരത്തെ വെച്ചുകൊണ്ട് ഹനുമാൻ യാത്ര തിരിച്ചതും പിന്നീട് നമ്മൾ പറഞ്ഞു ആ മാഹേന്ദ്ര പർവ്വതത്തിൽ ഏറിക്കൊണ്ട് എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് തൻ്റെ ശക്തി തിരിച്ചറിയുന്ന ഹനുമാൻ സ്വാമി അവിടെ നിന്നും ലങ്കയെ ലക്ഷ്യമാക്കി എടുത്തു ചാടി എന്നാണ്. അങ്ങനെ സഞ്ചരിക്കുന്ന വേളയിലാണ് സാക്ഷാൽ മൈനാക പർവ്വതം അവിടെ വരുണ നിർദ്ദേശത്തെ തുടർന്ന് അവിടെ ഹനുമാന് ഒരു ക്ഷീണം തീർക്കാൻ എന്നുള്ള രീതിയിൽ ഹനുമാന്റെ മുമ്പിൽ വരുന്നത്. ഈ സന്ദർഭത്തിൽ വാൽമീകി രാമായണം നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചാൽ അറിയാം.
ഹനുമാൻ മാഹേന്ദ്ര പർവ്വതത്തിലേറി തൻ്റെ വീര്യം പ്രകടിപ്പിക്കുന്ന സമയത്തോ ഇനി യുദ്ധരംഗത്തോ ഒന്നും ഹനുമാന് നമ്മൾ ചിത്രത്തിൽ കൊടുത്ത തരത്തില് ഒരു ആയുധം നമുക്ക് കാണാൻ സാധ്യമല്ല. അത് ഇടക്കാലം കൊണ്ട് വന്നു ചേർന്നതാണ്. വാൽമീകി രാമായണത്തിൽ നമുക്ക് കേൾക്കാം. അതുകൊണ്ട് തന്നെ ഹനുമാൻ തൻ്റെ മുഷ്ടികൾ ഉപയോഗിച്ചാണ് എല്ലാം പ്രഹരിക്കുന്നത്. അങ്ങനെ എടുത്തു ചാടി വരുന്ന ഹനുമാൻ തൻ്റെ വഴി മുടക്കാൻ എന്നുള്ള രീതിയിൽ സമുദ്രത്തിൽ നിന്നും ഒരു പർവ്വതം ഉയർന്നു വരുന്നത് കണ്ടു. തൻ്റെ മുന്നിലെത്തിയപ്പോൾ തൻ്റെ മാറുകൊണ്ട് തന്നെ അതിനെ തട്ടി താഴെ ഇട്ടു എന്നാണ്. മൈനാക പർവ്വതം ആ സമുദ്രത്തിലേക്ക് പതിക്കുന്ന സമയം ചിറകുകൾ ഉണ്ടായിരുന്നു. പണ്ടൊരു കഥ പറയും. പർവ്വതരാജനായിരിക്കുന്ന സാക്ഷാൽ പാർവതിയുടെ പിതാവ് പർവ്വതരാജൻ, ആ പർവ്വതരാജനും അതോടൊപ്പം തന്നെ പർവ്വതരാജന്റെ പുത്രനുമാണ് മൈനാകം. ദേവേന്ദ്രനോട് മറ്റ് പർവ്വതങ്ങളൊക്കെ എപ്പോഴും സഞ്ചരിച്ചുകൊണ്ട് സൂര്യന്റെ സഞ്ചാരത്തെ പോലും വിന്ധ്യപർവ്വതം തടസ്സപ്പെടുത്തുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ ദേവേന്ദ്രൻ പർവ്വതങ്ങളുടെ ഒക്കെ ചിറക് അരിഞ്ഞു എന്നാണ്. അത് ഏത് സ്ഥാനത്താണോ വന്നു പതിക്കുന്നത് അവിടെ സ്ഥിരമായിട്ട് ഇരിക്കണം എന്നുള്ള രീതിയിൽ. അതിൽ നിന്നും രക്ഷപ്പെട്ടത്, അഭയം കൊടുത്തത് വായു നിർദ്ദേശത്തെ തുടർന്ന് വരുണനാകുന്ന സമുദ്രത്തിന്റെ അടിത്തട്ടിലാണ് മൈനാക പർവ്വതം രക്ഷപ്പെട്ടു വന്നതെന്നാണ്. അപ്പൊ ഇങ്ങനെ താൻ താഴേക്ക് പതിക്കുന്ന സമയത്ത് വീണ്ടും മനുഷ്യരൂപം സ്വീകരിച്ച് വീണ്ടും ഹനുമാന്റെ മുന്നിലെത്തി പറഞ്ഞു, അങ്ങയുടെ പിതാവായ മാരുതനായിരിക്കുന്ന വായു ആണ് എനിക്ക് അഭയം തന്നത്. അതിന്റെ നന്ദി സൂചകം കാണിക്കാനാണ് അങ്ങയെ ഞാൻ വന്ന് കണ്ടത്. അങ്ങ് ക്ഷീണം തീർത്തുകൊണ്ട് ലങ്കയിലേക്ക് പുറപ്പെടൂ എന്നാണ് ഉദ്ദേശിച്ചത്. അതല്ലാതെ അങ്ങയുടെ ഈ ഒരു യാത്രയെ തടസ്സപ്പെടുത്താനല്ല ഞാൻ പരിശ്രമിച്ചത് എന്ന് പറഞ്ഞപ്പോൾ ഹനുമാന് കാരുണ്യം തോന്നി തൻ്റെ കൈകളെ കൊണ്ട് ആ മൈനാകത്തെ ഒന്ന് തലോടി അവിടെ നിന്ന് യാത്ര തിരിച്ചു എന്നാണ്. പിന്നീട് ഈ ഹനുമാന്റെ ശക്തിയെ പരീക്ഷിക്കാനായിട്ട് ദേവന്മാര് നാഗമാതാവായ സുരസയെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു എന്നാണ്. ഇങ്ങനെ സുരസയെ പറഞ്ഞു വിട്ട് ഇന്നലെ പറഞ്ഞു, ജടായു തന്റെ വംശപരമ്പരയെ പറഞ്ഞു വന്നപ്പോ നമ്മള് നാഗങ്ങളുടെ മാതാവ് കദ്രു എന്നാണ് പുരാണത്തിൽ പഠിച്ചത്. തെറ്റാണെന്നല്ല, അതിലും പറയുന്നുണ്ട്. പക്ഷേ പടം പൊഴിക്കുന്ന, നമ്മൾ ഭൂമിയിൽ കാണുന്ന പടം പൊഴിക്കുന്ന തരത്തിലുള്ള സർപ്പങ്ങളുടെ മാതാവ് ഈ സുരസയാണ്. പടം പൊഴിക്കാത്ത സർപ്പങ്ങള് നമ്മൾ കാണാത്തതായിരിക്കും. ഈ പ്രപഞ്ചത്തില് മറ്റുള്ള സർപ്പങ്ങളുടെ ലോകമൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സർപ്പങ്ങളുടെ മാതാവാണ് കദ്രു. അപ്പൊ ഇവിടെ ഈ സുരസ എന്നറിയപ്പെടുന്ന നാഗമാതാവിനെ ദേവന്മാര് നിയോഗിക്കുന്നു. ആ സുരസ വഴിമധ്യത്തില് കാണുന്നു. നമുക്ക് ഈ കഥകളൊക്കെ നല്ല പരിചിതമാണ്. അവിടെ വാൽമീകി രാമായണത്തില് ഈ കൂട്ടിച്ചേർക്കലുകളെ സൂചിപ്പിക്കുന്നുണ്ട് വ്യാഖ്യാതാവ് ഗോവിന്ദരാജര്. അവിടെ വഴിമധ്യത്തില് സുരസ കാണുന്നു. എനിക്ക് ഭക്ഷണമായിട്ട് ബ്രഹ്മദേവൻ കൽപ്പിച്ചതാണ്, ആര് ഈ വഴി പോയാലും എൻ്റെ ഭക്ഷണമായി തീരും, അതുകൊണ്ട് എൻ്റെ ഉള്ളിലേക്ക് നീ വന്ന് പ്രവേശിച്ചോളാൻ പറയും. അപ്പൊ കാര്യം പറയും, ഞാൻ രാമകാര്യത്തിന് പോകുന്നതാണ്, കാലവിളംബരം വരുത്താൻ പാടില്ല. അതിന് ശേഷം കാര്യം നടന്നതിന് ശേഷം ആഹാരമാകാൻ ഞാൻ തിരിച്ചു വരാം എന്ന് പറഞ്ഞു. പക്ഷെ അതിനൊന്നും സുരസ സമ്മതിച്ചില്ല. പറഞ്ഞു, എനിക്ക് എൻ്റെ ഉള്ളിൽ ഇപ്പൊ തന്നെ നീ ആഹാരമായിട്ട് കയറിക്കോളൂ എന്ന് പറഞ്ഞ് തൻ്റെ വായ തുറന്നു എന്നാണ്. നമ്മൾ കഥയിൽ കേട്ടിട്ടുള്ള പോലെ 10 യോജന, ഇപ്പൊ ഹനുമാൻ അതുപോലെ 10 യോജനയായി, 20 30 50 100 യോജന വരെ വാ തുറന്നു എന്നാണ് കഥയില് നമ്മളും ആധ്യാത്മിക രാമായണത്തിലും ഇവിടെ വാൽമീകി രാമായണത്തിലും അങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ വ്യാഖ്യാതാവ് ഗോവിന്ദരാജര് അത് പറയുന്നു, ആ ഭൂഷണത്തില് സൂചിപ്പിക്കുന്നുണ്ട്. ഈ ലങ്കയിലേക്കുള്ള ദൂരം മഹേന്ദ്രഗിരിയിൽ നിന്നും 100 യോജനയാണ്. അപ്പൊ സുരസ 100 യോജന വാ തുറന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഉള്ളിൽ കയറേണ്ട താമസം കൊണ്ട് ലങ്കയിൽ എത്തിച്ചേരും. അപ്പൊ അങ്ങനെ അത് നടക്കാൻ സാധ്യതയില്ല എന്നാണ് പിന്നീട് ഒരു ശ്ലോകത്തിൽ അത് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇടയ്ക്ക് ഒരു 8 ശ്ലോകങ്ങളിലാണ് ഇങ്ങനെ ഹനുമാൻ വളർന്നതും സുരസ വളർന്നതും തമ്മിലുള്ള ഒരു കാര്യങ്ങളെ 8 ശ്ലോകങ്ങളിൽ പറഞ്ഞു. പിന്നീട് വരുന്ന 159 ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഹനുമാനെ കണ്ട നിമിഷം സുരസ തന്റെ വാ തുറന്നു എന്നാണ്. ഈ വാ തുറന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ വായ തുറന്നു കഴിഞ്ഞാൽ കണ്ണ് മൂടപ്പെടും. മുമ്പിൽ നടക്കുന്നതിനെ വ്യക്തമായിട്ട് കാണാൻ സാധ്യമല്ല. അപ്പൊ നമുക്കൊക്കെ ചിലപ്പോൾ അനുഭവങ്ങൾ ഉണ്ടാവും, പല പ്രാണികളൊക്കെ ഉള്ളിൽ കയറിപ്പോകും നമ്മുടെ കണ്ണിൽ പോലും പെടാതെ. എന്നതുപോലെ ആ സുരസ വാ തുറന്ന സമയം ഭഗവാൻ വളരെ ചെറിയ രൂപത്തിൽ അണുവായിട്ട് മാറി ആ സുരസയുടെ വായ്ക്കുള്ളിൽ പ്രവേശിച്ചു. അടുത്ത നിമിഷം തന്നെ ഉച്ഛ്വാസവായുവിലൂടെ പുറത്തു വന്നു എന്നാണ്. പുറത്തു വന്നപ്പോൾ തൻ്റെ ആ പരീക്ഷയിൽ വിജയിച്ചത് കൊണ്ട് ഹനുമാനെ അഭിനന്ദിച്ച് സുരസ അവിടെ നിന്നും മാറി.
പിന്നീടും യാത്ര ചെയ്യുമ്പോഴാണ് മൂന്നാമത് മറ്റൊരാൾ വരുന്നത്, സിംഹിക എന്നറിയപ്പെടുന്ന നവഗ്രഹങ്ങളില് വളരെ പ്രസിദ്ധമായ രാഹു കേതു. ആ രാഹുവിന്റെ മാതാവ് സിംഹിക. സൂര്യ ഭഗവാന്റെ ആ ഒരു ഛായയിൽ നിന്നും അവിടെ സൂചിപ്പിക്കുന്നുണ്ട്, ഒരു ഛായ രൂപിയായിരിക്കുന്ന, ഛായാഗ്രാഹിയായിരിക്കുന്ന ആ രാഹുവിന്റെ മാതാവ് അവിടെ വരുന്നു, സിംഹിക. സിംഹിക വന്നിട്ട് ഇതുപോലെ തന്നെ തൻ്റെ ആ വായ തുറന്ന് ആ ഹനുമാനെ ഭക്ഷിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ഹനുമാൻ നേരെ സുരസയിൽ നിന്നും വായ്ക്ക് അകത്തേക്ക് കയറിയില്ല, ഉദരഭാഗത്തേക്ക് പോയില്ല, വായിൽ തന്നെ കയറി അപ്പോൾ തന്നെ തിരിച്ചു വന്നു. പക്ഷേ ഈ സിംഹികയുടെ ഉള്ളിലേക്ക് കയറി ചെന്നുകൊണ്ട് സിംഹികയുടെ ആ കുടല്, വയറിനെ ഭേദിച്ചുകൊണ്ട് തൻ്റെ നഖങ്ങളെ ഉപയോഗിച്ച് ആ കുടലിനെയും അതോടൊപ്പം തന്നെ ആ വയറിനെയും ഭേദിച്ചുകൊണ്ട് ഭഗവാൻ പുറത്തു വന്നു എന്നാണ്. അങ്ങനെ സിംഹികയെ വധിച്ചു എന്നാണ്. ഇതിന് സൂചകമായിട്ടാണ് നമ്മൾ ഈ രാഹുപ്രീതിക്ക് വേണ്ടി ഭഗവാന് ആ ഉഴുന്ന് കൊണ്ടുള്ള മാല അല്ലെങ്കിൽ ഉഴുന്നുവട മാല നമ്മൾ ചാർത്തുന്ന ഒരു സമ്പ്രദായം വന്നതെന്ന്. ഇത് നമ്മുടെ ഇവിടെ അങ്ങനെയാണ്, വൈഷ്ണവ സമ്പ്രദായത്തിൽ അങ്ങനെയാണ്. ഇനി അത് ഉത്തരേന്ത്യയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഉഴുന്നും ശർക്കരയും കൂടി ചേർന്നുള്ള ഒരു വിഭവമാണ് ഭഗവാന് വളരെ പ്രിയപ്പെട്ടത്. ഇപ്പൊ ഇടക്കാലത്തും ഒക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടക്കാലത്ത് പറയും വടവൃക്ഷം കൊണ്ടുള്ള ആ ഇല കൊണ്ടാണ് മാല, അല്ലെങ്കിൽ വടവൃക്ഷത്തിന്റെ കമ്പുകൾ കെട്ടായി അത് മാലയായിട്ടാണ് ഹനുമാൻ സ്വാമിക്ക് ചാർത്തുന്നത്. നമ്മളും അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാനും അങ്ങനെയാണ് കുറെ കാലം ധരിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ഈ ശാസ്ത്രം പഠിച്ചപ്പോൾ ഗോവിന്ദരാജരുടെ ഈ ഭൂഷണത്തിൽ പറഞ്ഞപ്പോഴാണ് പിന്നീട് ഇതിന്റെ കുറെ കാര്യങ്ങളെ മനസ്സിലാക്കി വരുമ്പോഴാണ് ഉഴുന്ന് എന്ന് പറയുന്നത് ഇതുപോലെ മാംസത്തിന് തത്തുല്യമായ പ്രതീകമാണ്. മാത്രമല്ല നമ്മളുടെ ബുദ്ധിയെ കുറയ്ക്കുന്ന ഒരു വസ്തുവാണ് ഉഴുന്ന്. അതിന് ഒരു ഉദാഹരണം, കാശ്മീരിലെ മഹാപണ്ഡിതനായിരുന്ന ഹർഷൻ, അദ്ദേഹത്തിന്റെ വളരെ വിശ്വവിഖ്യാതമായ കൃതിയാണ് നൈഷധം എന്നറിയപ്പെടുന്ന വളരെ വിശേഷപ്പെട്ട ഒരു കൃതി. ഒരിക്കലും കാശിയിൽ അദ്ദേഹം എത്തിച്ചേർന്ന് കാശിയിലെ രാജാവിനെ മുഖം കാണിക്കുന്ന ഒരു പ്രത്യേക സന്ദർഭത്തിൽ മുഖം കാണിക്കേണ്ട അവസ്ഥ വന്നു. പണ്ഡിതനാണെന്ന് മനസ്സിലായി, തൻ്റെ രാജ്യത്തിലെ ആസ്ഥാന പണ്ഡിതനായിട്ട് കവിയായിട്ടൊക്കെ അദ്ദേഹത്തിന് സ്ഥാനമൊക്കെ കൊടുത്തു. പക്ഷെ അദ്ദേഹം രചിച്ച കവിതകള് സംസ്കൃതത്തിന്റെ പാണ്ഡിത്യം നിമിത്തം അത് വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ അവിടെയുള്ള പണ്ഡിതന്മാർക്ക് പോലും സാധ്യമായില്ല എന്നാണ്. അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത്ര കട്ടിയായിട്ട് ഇതിനെ രചിച്ചാൽ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ലളിതമായിട്ട് കുറെ കൂടി രചിക്കൂ എന്ന് പറഞ്ഞു. അദ്ദേഹം അതിന് പിന്നീട് ആ കട്ടി കുറയ്ക്കാനായിട്ട് തൻ്റെ ഭാഷയുടെ അല്ലെങ്കിൽ തൻ്റെ ആ പഠിച്ചതിൻ്റെ ശക്തി കുറയ്ക്കാനായിട്ട് അദ്ദേഹം ചെയ്തത് ഈ ഉഴുന്ന് കൊണ്ടുള്ള ആ ആഹാരം കൂടുതൽ കഴിച്ചു എന്നാണ്. ആ ബുദ്ധിയെ പതുക്കെ മന്ദീഭവിക്കും. പണ്ട് ഈ ഗുരുകുലത്തിൽ പ്രത്യേകിച്ച് വേദ പഠന സ്ഥലങ്ങളൊക്കെ അതിൻ്റെ ഓത്ത് ചൊല്ലി പഠിപ്പിക്കുന്ന സമയത്ത് കുറെ കാലം ഒരു സമയം ആവുമ്പോൾ ഈ ഉഴുന്ന് കൊണ്ടുള്ള ഭക്ഷണത്തെ പൂർണ്ണമായിട്ടും മാറ്റിവെക്കുന്നതാണ്. നമ്മളുടെ ബുദ്ധിയെ ഇത് കുറയ്ക്കുന്നതാണ്. അപ്പൊ അതിന് മാംസത്തിന്റെ പ്രതീകമാണ്. ദേവിയുടെ പൂജാ സംവിധാനത്തിൽ പ്രത്യേകിച്ച് പറയും, ഷോഡശ ഉപചാര പൂജ 12, 16 ആചാരങ്ങളെ കൊണ്ടുള്ള വളരെ വിസ്തരിച്ചുള്ള ദേവീ പൂജയിൽ ഈ ഉഴുന്ന് കൊണ്ടുള്ള വിഭവം പ്രധാനമാണ്. അത് ശ്ലോകത്തിൽ തന്നെ പറയും, ദശമഹാവിദ്യയുടെ ആ പൂജാവിധാനത്തിൽ. അപ്പോൾ ഉഴുന്നെന്ന് പറയുന്നത് നിഷിദ്ധമല്ല, നമ്മളിലുള്ള ഇത്തരത്തിലുള്ള ആ ഒരു കുറവുകളെ ഭഗവാനിലേക്ക് സമർപ്പിച്ച് അതിൽ നിന്നും രക്ഷപ്പെടലാണ്. നമ്മളെല്ലാം ഭഗവാന് സമർപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. നമ്മളിപ്പോ പൂജ മാസം തോറും നമ്മുടെ പേരും നാളിനും നക്ഷത്രത്തിനും ഒക്കെ ക്ഷേത്രങ്ങളിൽ പൂജ നടത്തും. ശരിക്കും എന്തിനായി പൂജ നടത്തുന്നതെന്ന് ചിന്തിച്ചാല്, പഞ്ചഭൂതം കൊണ്ടാണ് ഈ ശരീരം നിർമ്മിക്കപ്പെട്ടത്. നമ്മളുടെ ഓരോരുത്തരുടെയും ശരീരം നിർമ്മിക്കപ്പെട്ടത് പഞ്ചഭൂതങ്ങളാലാണ്. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ട നമുക്ക് കിട്ടിയ ഈ ശരീരം, അതിനെ വേണ്ട രീതിയിൽ ഇങ്ങനെ ഒരുക്കി തന്ന ഈശ്വരനെ, അത് എന്തു പേരിലും വിളിച്ചോളൂ, ഏതൊരു ഉപാധിയിലും സങ്കല്പിച്ചോളൂ, ആ ഈശ്വരന് നമുക്ക് യഥാർത്ഥത്തിൽ കൊടുക്കാനുള്ളത് എന്താ? നമ്മൾക്ക് ലഭിച്ച ഈ ശരീരം തന്നെയാണ് ഭഗവാൻ സമർപ്പിക്കാനുള്ളത്. പക്ഷെ അങ്ങനെ ശരീരം സമർപ്പിക്കാൻ നമുക്ക് പറ്റുമോ? നമുക്ക് ചെയ്യേണ്ട കടമകളും ധർമ്മങ്ങളും ഉണ്ട്. അപ്പൊ അതിന് പ്രതീകമാണ്, പഞ്ചഭൂതത്തിന്റെ പ്രതീകമാണ് നമ്മൾ നടത്തുന്ന പൂജകള്. ജലം സമർപ്പയാമി, ഗന്ധം സമർപ്പയാമി, പുഷ്പം സമർപ്പയാമി, ധൂപം സമർപ്പയാമി, ദീപം സമർപ്പയാമി, നിവേദ്യം സമർപ്പയാമി.
ഈ കാര്യങ്ങൾ മുഴുവൻ, ജലം, ഗന്ധം എന്ന് പറയുന്നതും അതോടൊപ്പം നിവേദ്യവും ഭൂമിയുടെ പ്രതീകമാണ്, ആകാശത്തിന്റെ പ്രതീകം പുഷ്പം, പിന്നെ ധൂപവും ദീപവും. ഇത് തന്നെയാണ് പൂജയിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഇത്തരത്തില് നമ്മളുടെ എല്ലാം ഭഗവാനിലേക്ക് സമർപ്പിക്കലാണ്. നമ്മളുടെ ആ ഒരു ഭാവം ജീവിതത്തിൽ വരാൻ കൂടിയാണ് ഇതൊക്കെ നമ്മൾ സമർപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കേൾക്കാം കാമക്രോധ മോഹലോഭങ്ങള്, ഇതൊക്കെ ഭഗവാനിലേക്ക് വെച്ചോളൂ, നിങ്ങൾ ശുദ്ധരായി മാറും. അതുകൊണ്ടാണ് ഗോപ്യ കാമാത് ഭയാത് കംസാത് ദേഷ്യോ ചൈത്യാദയോ നൃപ എന്ന് ഭാഗവതത്തിൽ പറഞ്ഞത്. നിങ്ങൾക്ക് പ്രണയം, കാമം, ആഗ്രഹമുണ്ടോ? ഭഗവാനിലേക്ക് വെച്ചോളൂ. അതിന്റെ ഉദാഹരണമാണ് ഗോപികമാര്. അതുകൊണ്ട് തന്നെ എപ്പോഴും പറയും, ഗോപികമാർക്ക് ഭഗവാനോട് ആദ്യം ഉണ്ടായിരുന്നത് ആ ഭഗവാനോടുള്ള ആ ശരീരത്തോടുള്ള ആ കാമം എന്ന് പറയുന്ന ഭാവം. അത് നമ്മൾ മലയാള ഭാഷയിൽ ഉപയോഗിക്കുന്ന തരത്തിലല്ല. എന്തിനോടും നമുക്ക് ഒരു ശരീരം, ഒരാളെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു വസ്തുവിനോട് തോന്നുന്നതൊക്കെ ആ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. ഒരു വൃക്ഷത്തോട് നമുക്കൊരു ആഗ്രഹം തോന്നി. ഇപ്പൊ നല്ല വലിപ്പമുള്ള ഒരു വലിയ വൃക്ഷം കണ്ടു, ഒരു തേക്ക് വൃക്ഷം കണ്ടു. അപ്പൊ നമ്മളുടെ ഉള്ളിൽ അപ്പം തന്നെ വൃക്ഷം കാണുമ്പോൾ ചിന്തിക്കും, കൊള്ളാമല്ലോ ഇതിന്റെ തടിയും കാതലും. പലരും പലതും ചിന്തിക്കും. ഇപ്പൊ ക്ഷേത്രത്തിന്റെ ഭാരവാഹികളൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഇത് നമുക്ക് കൊടിമരത്തിന് ഉപയോഗിക്കാമെന്ന് ചിന്തിക്കും. നമ്മളെ പോലെയുള്ള ഗൃഹസ്ഥരാണെങ്കിൽ അതിനെ പല പല വീട്ടിലേക്കുള്ള ഉപകരണങ്ങളാക്കി മാറ്റാമെന്ന് ചിന്തിക്കും. അതും കാമമാണ്. ഇത് കാമം എന്ന വാക്കിന് എന്തിനോടും നമുക്ക് ആഗ്രഹം തോന്നുന്നു. ഭഗവാന്റെ രൂപത്തെ കാണണമെന്ന് തോന്നുന്നതും കാമമാണ്. ഇത് തന്നെയാണ് ഓരോ വസ്തുക്കളിലും നമുക്ക് അനുഭവപ്പെടുന്നത്. കാമം, ക്രോധം. ഹിരണ്യകശിപു എന്താണ് നാളെ കേൾക്കാം, ക്രോധം ഭഗവാനിലേക്ക് വെച്ചു. പിന്നെ ഭയം, കംസനും അതോടൊപ്പം തന്നെ രാവണനും ഭയം എന്ന വികാരത്തെ ഭഗവാനിലേക്ക് വെച്ചു. ഇങ്ങനെ ഓരോന്നും ഓരോന്നും ഭഗവാനിലേക്ക് സമർപ്പിക്കുമ്പോൾ ആ ഭഗവാൻ അത് നമ്മളെ ശുദ്ധരാക്കി തീർക്കും എന്നാണ് ഈ കഥകളുടെ ഒക്കെ ചുരുക്കം. അതുകൊണ്ട് തന്നെയാണ് ഈ ഉഴുന്ന് എന്നറിയപ്പെടുന്നത്. അത് ഉഴുന്നുവട എന്ന് പറഞ്ഞ് സമർപ്പിക്കുന്നത് അത്ര നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു സംഭവം മോശം ഒന്നുമല്ല. പണ്ട് തിരുപ്പതിയിൽ 100 വർഷങ്ങൾക്ക് മുമ്പ്, ഇന്ന് നമുക്ക് ലഡു പ്രസാദം കിട്ടും. പക്ഷെ ചരിത്രം എടുത്തു നോക്കിയാൽ ഒരു 100-150 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ വളരെ വിശേഷപ്പെട്ട നിവേദ്യമായിട്ട് കണക്കാക്കിയിരുന്നതും പ്രസാദമായിട്ട് കൊടുത്തതും ഒക്കെ ഈ ഉഴുന്നുകൊണ്ടുള്ള പ്രസാദമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതൊക്കെ ആചാര്യന്മാർ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ സുരസയെ അവിടെ സിംഹികയെ, സുരസയുടെ അല്ല സിംഹികയെ വധിച്ചുകൊണ്ട് ഭഗവാൻ പിന്നീട് ചെറിയ രൂപം സ്വീകരിച്ച് വീണ്ടും മുന്നോട്ട് പോയി. അങ്ങനെയാണ് ലങ്കാപ്രവേശനം നടത്തുന്നത്. സുന്ദരമായിരിക്കുന്ന ലങ്കാപ്രദേശത്തിലെ ഭഗവാൻ വളരെ ചെറിയ രൂപത്തില് ഒരു അർദ്ധരാത്രി സമയം, അത് സൂചിപ്പിക്കുന്നത് ഒരു 2 മാൻകൊമ്പിന്റെ ഇടയിലൂടെ ചന്ദ്രൻ പുറത്തേക്ക് വരുന്നു എന്ന ഒരു കാവ്യാത്മകമായ ഒരു ശൈലിയിലാണ്. അപ്പോൾ പലരും അതിനെ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു ചന്ദ്രഗ്രഹണം കഴിഞ്ഞ സന്ദർഭത്തിലാണ് അവിടെ എത്തിച്ചേർന്നതെന്ന്. അപ്പൊ ഏതായാലും ആ ചന്ദ്രൻ സാക്ഷിയാക്കി ഒരു അർദ്ധരാത്രി സമയത്ത് അവിടെ ഭഗവാൻ ഹനുമാൻ സ്വാമി അവിടെ എത്തിച്ചേരുന്നു എന്നാണ്. എത്തിച്ചേർന്നപ്പോൾ തന്നെ അവിടെ ആ ലങ്കിണി എന്നറിയപ്പെടുന്ന, ലങ്കാലക്ഷ്മി എന്നൊക്കെ പറയുന്ന ആ ഒരു സ്ത്രീയെ കണ്ടുമുട്ടുന്നു. വളരെ ചെറിയ രൂപത്തിൽ അവിടെ മുഴുവൻ ചുറ്റിക്കറങ്ങി നിൽക്കുന്ന ഹനുമാൻ സ്വാമിയെ കണ്ട് ചോദിക്കുന്നു, നീ ആരാണ്, എന്തിനാണ് വന്നത്, ലങ്കയിൽ വന്നതിന്റെ ഉദ്ദേശമൊക്കെ ചോദിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ പറയുന്നു. തൻ്റെ സുരക്ഷാ വലയത്തിലാണ് ലങ്ക കൈക്കൊള്ളുന്നത്, ഇത് ബ്രഹ്മദേവനാല് നിർദ്ദേശിക്കപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ ഹനുമാൻ സ്വാമിയെ പ്രഹരിക്കാനായിട്ട് അവൾ ശ്രമിക്കുന്നതും, ഭഗവാനായിരിക്കുന്ന ഹനുമാൻ സ്വാമി തൻ്റെ കൈകളെ ഉപയോഗിച്ച് അവളുടെ ശരീരത്തിലേക്ക് കുത്തി മുറിവേൽപ്പിക്കുന്നു എന്നാണ്. അങ്ങനെ കുത്തി മുറിവേൽപ്പിക്കുന്ന സമയം തന്നെ ചോദിക്കുന്നു, ഹനുമാനാണ് എന്ന് ബോധ്യപ്പെട്ട അവള് ആ ശാപമോക്ഷത്തിന് പ്രാർത്ഥിക്കുന്നു എന്നാണ്. ബ്രഹ്മദേവൻ പണ്ട് അരുളി ചെയ്തിരുന്നു, ഇങ്ങനെ ലങ്കയ്ക്ക് കാവലായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ, ഇത് എത്ര കാലം ഇങ്ങനെ കാവലായിട്ട് നിൽക്കണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരിക്കല് സീതാന്വേഷണത്തിന് എത്തിച്ചേരുന്ന ഒരു വാനരന്റെ കയ്യിൽ നിന്നും പ്രഹരം ലഭിക്കുന്ന നിമിഷം നിനക്ക് ശാപമോക്ഷം കിട്ടും. അങ്ങനെ ആ ഹനുമാനെ വണങ്ങി അന്ന് ആ ലങ്കയുടെ ലക്ഷ്മിയായിരിക്കുന്ന ആ ലങ്കിണി അവിടെ നിന്നും യാത്ര തിരിച്ചു എന്നാണ്. പിന്നീട് ഹനുമാന്റെ അന്വേഷണമാണ് അവിടെ മുഴുവനും നടക്കുന്നത്. സീത എവിടെയാണ്, സീതയെ കണ്ടിട്ടില്ല, സീത എങ്ങനെ ഇരിക്കുമെന്ന് അറിയില്ല, ഓരോരോ അന്തഃപുരങ്ങളിലും പോയി കണ്ടു എന്നാണ്. ഒരു വേള മന്ദോദരിയെ കണ്ടപ്പോൾ തന്നെ, രാവണന്റെ പത്നി മന്ദോദരിയെ കണ്ടപ്പോൾ തന്നെ ഇത് സീതയാണോ എന്ന് സംശയിച്ച് അടുത്ത് ചെന്നു കാലിൽ തൊട്ട് നമസ്കരിക്കുകയൊക്കെ ചെയ്തു.
പിന്നീടാണ് മനസ്സിലായത് സീത ശോകമായിട്ടിരിക്കും. രാമനെ വേർപിരിഞ്ഞ സീത ഒരിക്കലും ഇത്തരത്തിലൊരു പട്ടുമെത്തയിൽ കിടന്നുറങ്ങാൻ സാധ്യതയില്ല. എന്നാൽ അത് സീതയ്ക്ക് തത്തുല്യമായി ഈ ഒരു രംഗത്തെ ഗോവിന്ദരാജര് വ്യാഖ്യാനിക്കുന്നത് അവിടെ ശൂർപ്പണഖ വന്ന് ഒരു കാര്യമാണ് ലങ്കേശ്വരനായിരിക്കുന്ന രാവണനോട് പറഞ്ഞത്. സീതയെ പത്നിയാക്കിയാൽ സാക്ഷാൽ ലക്ഷ്മിയേക്ക് പതിയായിരിക്കുന്ന ശ്രീയപതിയായിരിക്കുന്ന ഭഗവാന് തത്തുല്യമായിട്ട് ഈ ലോകത്തിന്റെ ചക്രവർത്തിയാകാൻ സാധിക്കുമെന്നൊരു വാക്കിലൂടെയാണ് പറഞ്ഞു വെച്ചത്. പക്ഷേ അതേ തുല്യം തന്റെ പത്നിയായിരിക്കുന്ന മന്ദോദരിക്കുണ്ട് എന്ന് ഹനുമാനിലൂടെ അവിടെ കാണിച്ചു തരുന്നു. തന്റെ മുന്നിലുള്ള തന്റെ ആ ലക്ഷ്മിയായിരിക്കുന്ന മന്ദോദരിയെ കാണാതെ മറ്റു പത്നിമാരുടെ പുറകെ നടന്ന രാവണനെ അവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തിലൂടെ വാൽമീകി മഹർഷി. പിന്നീട് ഓരോരോ സ്ഥലങ്ങളിലും അന്വേഷിച്ച് നടന്നു. സീതയെ കണ്ടുകിട്ടാതെ സമയം കുറെ പോയി. പ്രഭാതമാകാറായി. എവിടെയിരിക്കുന്നു ഞാൻ അന്വേഷിച്ചിട്ട് കണ്ടുപിടിക്കുന്നില്ലല്ലോ എന്ന ഭാവം ഹനുമാനില് കുറെ കൂടി വന്നു എന്നാണ്. ഇങ്ങനെ കുറെ സമയം കൂടി വന്നു കഴിഞ്ഞിട്ടും കാണാൻ പറ്റാതിരുന്ന സന്ദർഭത്തില് എന്തുകൊണ്ടാണ് അവിടെ കാണാതിരുന്നത് എന്നും വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. ഞാൻ അന്വേഷിക്കുന്ന ഭഗവാൻ ഒരിക്കലും ഞാൻ ഭഗവാനെ അന്വേഷിച്ച് നടക്കുമ്പോ ഭഗവാൻ നമ്മളുടെ മുമ്പിൽ വരില്ല എന്നാണ്. ഭഗവാനോട് പ്രാർത്ഥിക്കണം, ഭഗവാനെ എൻ്റെ മുന്നിൽ വന്ന് എനിക്ക് ദർശനം നൽകണേ എന്നുള്ള പ്രാർത്ഥന നടത്തുന്ന സന്ദർഭത്തിലെ ഭഗവാൻ നമ്മളുടെ മുന്നിൽ എത്തിച്ചേരുന്നതാണ്. നമ്മൾ അന്വേഷിച്ച് നടന്നു കഴിഞ്ഞാൽ, ഞാൻ അന്വേഷിക്കുന്നു ഞാൻ എന്ന ഭാവം വന്നു കഴിഞ്ഞാൽ അവിടെ കണ്ടുകിട്ടില്ല എന്നാണ്. അത് തന്നെയാണ് മർക്കട കിശോരനായോ മാർജാര കിശോരനായോ എന്നൊക്കെ വേദാന്തികൾ പറയപ്പെടുന്നത്. നമ്മള് ഭഗവാനെ എന്നെ കൈവിടല്ലേ എന്ന് പറഞ്ഞാൽ ഉറപ്പാണ് ഭഗവാൻ നമ്മളെ കൈവിടും. അതെങ്ങനെയെന്നും പറഞ്ഞു. നല്ല ഉത്സവ സമയത്ത്, തിരക്കുള്ള ഒരു സമയത്ത് ഒരു കുട്ടി, അച്ഛനും ഒരു ചെറിയ കുട്ടിയും കൂടി ഉത്സവപ്പറമ്പിൽ നടക്കുന്ന ഒരു സന്ദർഭത്തില് കുട്ടി അച്ഛന്റെ കൈ പിടിച്ചാണ് നടക്കുന്നതിൽ എന്ത് സംഭവിക്കും? അവിടെയുള്ള കാഴ്ചകളും ഉത്സവത്തിന്റെ ബഹളങ്ങളും പലതും കണ്ണിനൊക്കെ കാഴ്ച കാണുമ്പോൾ കുട്ടിക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് കുട്ടി പോകും. ആ സമയത്തിൽ എന്ത് പറ്റും? കൈവിട്ടു പോകും. പക്ഷെ എങ്ങനെയാ പിടിക്കേണ്ടത്? അച്ഛൻ കുട്ടിയുടെ കയ്യിലാ പിടിക്കേണ്ടത്. അതാണ് പൂച്ച മാർജാര കിശോരന്യായം. ഈ കൊരങ്ങൻ മർക്കട കിശോരന്യായം എന്താ? കൊരങ്ങൻ ചാടുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മള്. അമ്മ കുരങ്ങ് അതിന്റെ വയറില് കെട്ടിപ്പിടിച്ചുകൊണ്ടായിരിക്കും കുഞ്ഞി കുരുങ്ങുകൾ ഉണ്ടാവുക. ഇതൊരു കൊമ്പിൽ നിന്ന് മറ്റേ കൊമ്പിലേക്ക് ചാടും. അമ്മ ഈ ചാട്ടത്തിലായിരിക്കും. ഈ കുട്ടിയാണ് പിടിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ചിലപ്പോ ഈ കുട്ടികൾ താഴെ വീഴും. എന്നാൽ പൂച്ച എങ്ങനെയാ? പൂച്ച തന്റെ കുഞ്ഞിനെ പ്രസവിച്ചാൽ തന്റെ പല്ലുകളിൽ കൊണ്ട് കടിച്ചെടുത്താണ് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ പൂച്ചയുടെ കയ്യിൽ നിന്നും അതിന്റെ കുഞ്ഞ് നഷ്ടപ്പെടില്ല. ഇതിനെയാണ് വേദാന്തികള് മാർജാര കിശോരനായോ മർക്കട കിശോരനായോ എന്ന് പറയുന്നത്. ഭഗവാനെ ഞാൻ വിടില്ല എന്ന ഭാവത്തിൽ വേണം ഭഗവാനെ നമ്മൾ ആശ്രയിക്കാൻ. എന്നെ കൈവിടല്ലേ ഭഗവാനെ, എന്നെ കൈവിടല്ലേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഉറപ്പാണ് നമ്മളെ കൈവിട്ടിരിക്കും. പിന്നെയോ, എനിക്ക് ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി തന്നാലും ഭഗവാനെ ഞാൻ അങ്ങേ വിടില്ല എന്ന് നമുക്ക് എന്ന് തിരിച്ചറിവ് വരുന്നോ അന്ന് ഭഗവാൻ നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ടാകുമെന്നാണ്. ഇവിടെ ഹനുമാനും അത് ബോധ്യപ്പെട്ടു. അപ്പൊ ഇതുവരെ ഞാൻ അന്വേഷിച്ച ഞാൻ എന്ന ഭാവം കൊണ്ടാണ് അന്വേഷിച്ചത്, കിട്ടാതിരുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവാനെ എൻ്റെ മുന്നില് അങ്ങ് ആ സീതാദേവിയെ കാണിച്ചു തരണേ എന്നൊരു പ്രാർത്ഥന വാൽമീകി രാമായണത്തിലെ സുന്ദരകാന്ഡത്തിലെ 13ാമത്തെ സർഗത്തില് 59ാമത്തെ ഒരു ശ്ലോകമുണ്ട്. ഈ ഒരു ശ്ലോകം നമ്മള് ജീവിതത്തിലെ എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോകുന്ന സന്ദർഭത്തില് അതിനെ തിരിച്ചു കിട്ടാൻ പണ്ടൊക്കെ ഈ ശ്ലോകം പ്രാർത്ഥിച്ചുകൊണ്ടാണ് അത് അന്വേഷിച്ച് നടന്നത് എന്നാണ് പറയപ്പെടുന്നത്. നമോസ്തു രാമായ സലക്ഷ്മണായ ദേവീജ തസ്യൈ ജനകാത്മജായേ നമോസ്തു രുദ്രായ യമാനിലേഭ്യോ നമോസ്തു ചന്ദ്രാഗ്നി മരുദ്ഗണേഭ്യ. ഇങ്ങനെയുള്ള ഒരു ശ്ലോകം. ഇത് പൂർവികരായിരിക്കുന്ന നമ്മുടെയൊക്കെ പൂർവികര് ഒക്കെ അനുവർത്തിച്ചു വന്നിരുന്ന ഒരു കാര്യമാണ്. ഏതെങ്കിലും ഒരു വസ്തു നഷ്ടപ്പെട്ടു, നമ്മളൊക്കെ നിത്യജീവിതത്തിൽ സംഭവിക്കുന്നതാ. പലതും മറന്നുപോയി, മറന്നു വെക്കുന്നു, നഷ്ടപ്പെടുന്നു. അപ്പൊ നഷ്ടപ്പെടുന്ന ഒരു വസ്തുവിനെ വീണ്ടെടുക്കാനായിട്ട് പണ്ടുള്ളവര് എങ്ങനെയാണോ സീതയെ കണ്ടുകിട്ടാതെ മനസ്സ് ഉരുകി ചുറ്റുപാടും അന്വേഷിച്ച് നടന്നു, സൂര്യൻ ഉദിക്കാറായി, എവിടെ ഇരിക്കുന്നു സീത എന്ന് അന്വേഷിച്ച് കിട്ടാതെ ഇരുന്ന്
ആ ഹനുമാൻ സ്വാമി ഈ ഒരു പ്രാർത്ഥന നടത്തി കഴിഞ്ഞിട്ടാണ് ആ അശോകവനത്തെ കാണുന്നതെന്നാണ്. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിലും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വസ്തുവിനെ തിരിച്ചു കിട്ടാൻ ഈ ഒരു ശ്ലോകം വളരെ അർത്ഥവത്താണ്, പ്രയോജനകരമാണ് എന്നാണ് ആചാര്യ മതം പറയുന്നത്. അങ്ങനെയുള്ള ആ ഒരു ശ്ലോകത്തിലൂടെ നമോസ്തു രാമായ ലക്ഷ്മണായ ദേവ്യേജ തസ്തി ജനകാത്മജായേ, രാമനെയും ലക്ഷ്മണനെയും അതോടൊപ്പം തന്നെ സീതാദേവിയും അവിടെ പ്രാർത്ഥിക്കുന്നു. പിന്നെയോ നമോസ്തു രുദ്ര യമാനിലേഭ്യോ, രുദ്രനെയും യമനെയും ഇന്ദ്രനെയും, രുദ്രേന്ദ്ര യമാനിലേഭ്യോ എന്നാണ്. രുദ്രനെയും ഇന്ദ്രനെയും യമനെയും അതോടൊപ്പം തന്നെ ചന്ദ്രനെയും അഗ്നിയെയും വായുവിനെയും, ഇങ്ങനെയുള്ള എല്ലാവരെയും കൂടി അറിയാവുന്ന ദേവതകളെ ഒക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഈ ഒറ്റ ശ്ലോകത്തില് വാൽമീകി രചിച്ചു വച്ചിരിക്കുന്നത്. ആ ഒരു ശ്ലോകം നമ്മൾക്കും ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ആ ഭഗവാനെ തിരിച്ചു കിട്ടാൻ അല്ലെങ്കിൽ ദേവിയെ തിരിച്ചു കിട്ടാനുള്ളതായി മാറട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് അശോകവനത്തില് അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ശിംശിബ വൃക്ഷം, അതിനും വ്യാഖ്യാനം കൊടുക്കുന്നത് ശിംശിബ എന്നറിയപ്പെടുന്ന വൃക്ഷത്തിന്റെ നിറം ഈ വാനര ജീവികളുടെ ശരീരത്തിന്റെ നിറത്തിന് തത്തുല്യമായതെന്നാണ്. ആ വൃക്ഷത്തിന്റെ മുകളിൽ ആദ്യം കയറി ചുറ്റുപാടും നോക്കി സീതയെ കണ്ടില്ല എന്നാണ്. ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ തന്നെയാണ് സീത ഇരിക്കുന്നത്. പിന്നീട് ഹനുമാനെ ബോധ്യപ്പെടുകയും അവിടെ രാമായണം മുഴുവനും സീതയുടെ മുമ്പിൽ പാടി കേൾപ്പിക്കുകയും ആരാണ് രാമന്റെ കഥ പാടുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് നേരെ മുന്നിൽ വന്ന് സീതാദേവിക്ക് മുഖം ദർശനം ഹനുമാൻ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സുന്ദരകാന്ഡം പാരായണം ചെയ്താൽ രാമായണം ഈ സീതാന്വേഷണം വരെയുള്ള കാര്യം ഹനുമാൻ പറയുന്നതും. പിന്നീട് അവിടെ നിന്ന് തിരിച്ചു പോയതിന് ശേഷം സീതയെ ശുശ്രൂഷിക്കുന്ന അല്ലെങ്കിൽ രാവണന്റെ നിർദ്ദേശത്തെ തുടർന്ന് പരിചരിക്കുന്ന ത്രിജട എന്നറിയപ്പെടുന്ന രാക്ഷസകുലത്തിൽ വന്ന സ്ത്രീയെ ഇനി വരുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള സ്വപ്ന ദർശനത്തെക്കുറിച്ചും സീതയെ ഓർമ്മിപ്പിക്കും. അതുകൊണ്ട് തന്നെ രാമായണം പൂർണ്ണമായിട്ടും ഈ സുന്ദരകാന്ഡത്തിൽ ഉൾക്കൊള്ളിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആ സുന്ദരമായിരിക്കുന്ന ഹനുമാൻ സ്വാമിയുടെ ലീലകള് മാത്രമല്ല, ഇന്നലെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ ജനകാത്മജ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ രാവണന്റെ മുന്നില് സീതാദേവി ഇപ്പോ പറയുന്നു ദേവി ആരാണ് എന്ന് അറിഞ്ഞു. എങ്കിൽ പോലും അവിടെ പരിചയപ്പെടുത്തുമ്പോൾ ദേവി പറയുന്നത് ദശരഥന്റെ മരുമകളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞ നിമിഷം മുതൽ സീതയ്ക്ക് ജീവിതത്തില് ഒരു പ്രതീക്ഷ വരാൻ തുടങ്ങിയതാണ്. എന്തിനാ ഇതൊക്കെ ഇത്ര കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നത്? നമ്മളുടെ ജീവിതത്തിൽ പറഞ്ഞു, ആദ്യ ദിനമൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ വാൽമീകി രാമായണം 24,000 ശ്ലോകങ്ങളിൽ രചിച്ചിട്ടുണ്ട്. അത് കേൾക്കേണ്ടതും പഠിക്കേണ്ടതും നമ്മളുടെ നിത്യജീവിതത്തിൽ പ്രത്യേകിച്ച് പുതിയ തലമുറയ്ക്ക് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ രാമകഥ എന്താണെന്ന് ചോദിച്ചാൽ പറയാം, അല്ലെ? രാമൻ കാട്ടിലെ അച്ഛന്റെ വാക്ക് പരിപൂർണമാക്കാൻ കാട്ടിലേക്ക് പോയതും സീതയെ രാവണൻ അപഹരിച്ചതും രാവണനെ വധിച്ച് രാമരാജ്യം ഭരിച്ചതും വളരെ നിസാരത്തിൽ പറഞ്ഞു പോകാം. പക്ഷേ 24,000 ശ്ലോകങ്ങളിൽ അത് പറഞ്ഞു വച്ചത് നിത്യജീവിതത്തിലെ ഈ കഥകളിലൂടെ നമ്മളുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നമുക്ക് ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാനുള്ള ഒരു ആത്മബലം നേടിയെടുക്കാനാണ്. അത് മാത്രം നമുക്ക് യാതൊരു സ്ഥലത്തു നിന്നും കിട്ടില്ല. ഈ കഥകളോ പുരാണങ്ങളോ ഒക്കെ ചർച്ച ചെയ്യുന്ന സ്ഥലങ്ങളല്ലാതെ വേറെ എവിടെ ചെന്നാലും അതിനുള്ളൊരു മരുന്ന്, മനസ്സിനുള്ള മരുന്ന് ലഭ്യമല്ല. ബാക്കി എന്തും നമുക്ക് ധനം കൊടുത്തോ മറ്റ് സ്ഥലങ്ങളിലോ ചെന്ന് കിട്ടും. പക്ഷെ ആധ്യാത്മികമായിട്ടുള്ള ഒരു അറിവ്, ആ അറിവാണ് നാളെ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ സാധിക്കുക. നമ്മൾ പറഞ്ഞു സുമിത്രയുടെ വാക്യം തന്നെ, ആ വാക്യത്തിന്റെ മറ്റ് അർത്ഥങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞു. ഇനി ഈ 5-ാം ദിനത്തെ ചടങ്ങുകൾ ഭഗവത്പാദത്തിൽ നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കാൻ നമ്മളും അത് തന്നെയാണ്. ക്ഷേത്രത്തിലെ ഇത്രയേറെ പഴക്കമുള്ള ആ ശ്രീകോവില് അതിൻ്റെ ശോചനീയമായ അവസ്ഥയിൽ നിന്നും ഒരു പുത്തനായിട്ടുള്ള ശ്രീകോവില് ചമച്ചുകൊണ്ട് ഭഗവാന്, അതാണ് നമ്മളുടെ ഏവരുടെയും സങ്കല്പവും പ്രാർത്ഥനയും ഒക്കെ, അത് ഭംഗിയായിട്ട് നടത്തി തരാനായിട്ട് ശ്രീരാമസ്വാമി അതോടൊപ്പം തന്നെ എല്ലാ കാര്യത്തെയും മുന്നിൽ നിന്ന് നയിച്ച, നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുത്ത, നമ്മൾ ചൊല്ലിയതുപോലെ ആ ഹനുമാൻ സ്വാമി പരിശ്രമിച്ചാൽ നടക്കാത്തതായിട്ട് യാതൊരു കാര്യവും ഇല്ല. ഇപ്പൊ നമ്മളുടെ ഈ ക്ഷേത്ര പുനരുദ്ധാരണം ഭഗവാന്റെയും ഹനുമാൻ സ്വാമിയുടെയും ഒക്കെ അനുഗ്രഹത്തോടും അവർ മുന്നിൽ നിന്ന് നയിക്കുന്നു, നമ്മൾ അവരുടെ പുറകെ പോയാൽ മതി, അതിനനുസരിച്ച്
കാര്യങ്ങളെല്ലാം ഭംഗിയായി തീരാൻ ഈ 5-ാമത് ദിനം പാരായണം ചെയ്ത സുന്ദരകാന്ഡത്തിലെ 42 അധ്യായങ്ങൾ ഉൾപ്പെടെയുള്ള ഇതുവരെ പാരായണം ചെയ്ത എല്ലാ വാക്കുകളും പാരായണവും പൂജകളും നാമജപവും അഭിഷേകാദി ചടങ്ങുകളും ഒക്കെ 5-ാം ദിനത്തെ ഉൾപ്പെടെ ഭഗവാന്റെ പാദങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇന്ന് രാവിലെ മുതൽ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നവരും നിരവധി സജ്ജനങ്ങളൊക്കെ ദൂരെ ദേശങ്ങളിൽ നിന്നൊക്കെ 1-2 പേരൊക്കെ ആയിട്ട് പല സന്ദർഭങ്ങളിൽ വരുന്നുണ്ട്. അങ്ങനെ ഇവിടെ ഇന്ന് എത്തിച്ചേർന്ന എല്ലാ സജ്ജനങ്ങൾക്കും, അതോടൊപ്പം അന്നദാനത്തിന് പരിശ്രമിച്ചവരും, അതോടൊപ്പം അന്നദാനത്തിൽ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അതിൽ പങ്കെടുത്തവരും, എല്ലാ സജ്ജനങ്ങൾക്കും സുന്ദരകാന്ഡം പാരായണം ചെയ്തതിന്റെ എല്ലാ സദ്ഫലവും ലഭിക്കട്ടെ. എത്തിച്ചേർന്ന എല്ലാവരെയും സാക്ഷാൽ ശ്രീരാമന്റെ പ്രതിപുരുഷനായിട്ട് കണ്ട്, എല്ലാവരെയും സാക്ഷാൽ ശ്രീരാമനായിട്ട് കണ്ട് എല്ലാവരുടെ പാദങ്ങളെ നമസ്കരിച്ചുകൊണ്ട് 5-ാം ദിനത്തെ ചടങ്ങുകൾ ഭഗവത്പാദത്തിൽ സമർപ്പിക്കുകയാണ്. പൂർണ്ണമദം പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദശ്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ സർവം ശ്രീ രാമപാദാരവിന്ദാർപ്പണമസ്തു. സർവം ശ്രീരാമപാദാർപ്പണമസ്തു. ഹരേ രാമ 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 ഹരേ